കണ്ണുകളടയ്ക്കുക, നട്ടെല്ല് നിവർത്തിയിരിക്കുക. ഒരിക്കൽ കൂടി പറയാം. ചിന്മുദ്ര. കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് തന്നെ ഭ്രൂമധ്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് കുറച്ച് നേരം ഇരിക്കുക. സാധാരണ ശ്വാസഗതി. അത് കഴിഞ്ഞാൽ കൈകൾ തൊഴുതു പിടിക്കുക. 2 പെരുവിരലും വിശുദ്ധി ചക്രത്തിൽ അഥവാ തൊണ്ടക്കുഴിയിൽ തൊടാൻ പാകത്തിനിരിക്കുക. തൊഴുതു പിടിക്കുക. പഞ്ചപ്രണവം. ശുക്ലാം ഭരതരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഓം ശാന്താകാരം ഭുജഗശയനം പദ്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവയരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇനി കൈകൾ രണ്ടും മുറുകോട്ടിട്ട തല കുമ്പിട്ടുകൊണ്ട് ഗുരുപ്രണാമം. മുപ്പത് സെക്കൻഡെങ്കിലും ശ്വാസം വിട്ട നിലയിൽ തന്നെ ഇരിക്കണം. പിന്നെ ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നിരിക്കുക. കൈകൾ 3 പ്രാവശ്യം കൂട്ടിത്തിരുമ. ആ ചൂട് കണ്ണുകൾക്കും മുഖത്തും പകർന്നു നൽകിക്കൊണ്ട് ശരീരമാകമാനം തലോടിക്കൊണ്ട് ചിന്മുദ്രയിലേക്ക് തന്നെ മടങ്ങി വരിക. പതുക്കെ പതുക്കെ കണ്ണുകൾ തുറക്കുക. ഓം കാർപ്പണ്യദോഷോപഗതസ്വഭാവകാം ധർമ്മസുമൂഢചേതക യശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. 2-ാം അധ്യായം നമ്മൾ 15 ശ്ലോകം വരെയാണ് കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. ഇന്ന് 16-ാമത്തെ ശ്ലോകം തൊട്ടാണ് ചിന്തിക്കേണ്ടത്. അതിനു മുമ്പ് 7-ാമത്തെ ശ്ലോകം ഒന്നോടെ അറിയണമെന്ന് ഒരാൾ പറഞ്ഞു. അതുകൊണ്ട് അതൊന്നോടെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് പോകാം. കാർപ്പണ്യദോഷോപഗത സ്വഭാവക പൃച്ഛാമിത്തം ധർമ്മസുമൂഢചേതക ശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേ അഹം ശാതിമാം താം പ്രപന്നം. നമ്മളെല്ലാവരും വന്ന് ജനിക്കുന്നത് പൂർവജന്മ കർമ്മഫലം കൊണ്ടാണ്. അത് പുണ്യം കൊണ്ടായാലും പാപം കൊണ്ടായാലും വന്ന് ജനിക്കുന്നത് തന്നെ ദോഷമാണ്. മനസ്സിലായില്ലേ? പക്ഷെ ദോഷം എന്ന് പറഞ്ഞാലും അതിനൊരു സുഹൃതമുണ്ട്. കാരണം ഈ മനുഷ്യജന്മം തന്നെ കിട്ടിയാൽ ആ മനുഷ്യജന്മത്തിലൂടെ മാത്രമേ നമുക്ക് ഈശ്വരനിലേക്ക് എത്താൻ സാധിക്കൂ. അതുകൊണ്ട് അത് വീണ്ടും വന്ന് ജനിക്കുന്നത് ദോഷമാണോ എന്ന് ചോദിച്ചാൽ ദോഷമല്ല. പക്ഷെ വന്ന് ജനിക്കുന്നതൊക്കെ പൂർവജന്മ പ്രാരാബ്ധം കൊണ്ട് വന്ന് ജനിക്കുക എന്ന് പറഞ്ഞാൽ നിരപരാധിയായിട്ടല്ല ആരും ജനിക്കുക. പുണ്യം ഉണ്ടാക്കിയാലും പാപം ഉണ്ടാക്കിയാലും അതിൻ്റെ ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് വരിക. പുണ്യകർമ്മങ്ങൾ ഒരുപാട് ചെയ്താൽ അതിൻ്റെ സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ട് വരും. പാപകർമ്മം കൂടിയാലോ അതിൻ്റെ ദുരിതം അനുഭവിക്കാൻ വേണ്ടിയിട്ട്. ഇത് രണ്ടും ഉണ്ടാകരുത്. രണ്ടും ഉണ്ടാകാതിരുന്നാലേ ഈശ്വരിലേക്ക് എത്താൻ സാധിക്കൂ. അപ്പൊ ശരീരം നമുക്ക് കിട്ടി വരുന്നത് ഈ പുണ്യം കൊണ്ടോ പാപം കൊണ്ടോ അതിനേതാണോ ഭാരം കൂടുതൽ
അതായിരിക്കും ആദ്യം അനുഭവിക്കുക. പുണ്യം പാപം ഉണ്ടാവും. അത് 3 തരത്തിലെ കർമ്മഫലം എന്നൊക്കെ ഗീത 18-ാം അധ്യായത്തിൽ ഭഗവാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒന്നുകിൽ സുഖം, ഇല്ലെങ്കിൽ ദുഃഖം, ഇല്ലെങ്കിൽ സുഖ ദുഃഖ മിശ്രം. പുണ്യം ചെയ്താൽ സുഖം, പാപം ചെയ്താൽ ദുഃഖം. പുണ്യവും പാപവും കമ്പയർ ചെയ്തില്ലെങ്കിൽ മിശ്രിതമായിട്ട് ചെയ്താലോ, കുറച്ച് പുണ്യം ചെയ്തു കുറച്ച് പാപം ചെയ്താൽ കർമ്മഫലവും അതേപോലെ പുണ്യവും പാപത്തിന്റെ ഫലം സുഖവും ദുഃഖമായിട്ട് മിശ്രിതമായിട്ട് വരും. ഇതിലേതാണോ ഭാരം കൂടുതൽ അതായിരിക്കും ആദ്യം ജനിക്കുമ്പോൾ അനുഭവത്തിൽ വരിക. ഇല്ലെങ്കിൽ നൃഗരാജനെ പോലെയൊക്കെ ആയിരിക്കണം. അത്ര പുണ്യം കർമ്മമൊക്കെ ചെയ്ത് ദാനകർമ്മങ്ങളൊക്കെ ചെയ്ത് യമലോകത്തെത്തിയപ്പം അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റി. ആ അബദ്ധത്തിന്റെ കാരണത്താൽ യമരാജൻ ചോദിച്ചു, അങ്ങ് ഒരുപാട് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു പാപം ചെയ്തിട്ടുണ്ട്. ആ പാപത്തിന്റെ ഫലം ആദ്യം അനുഭവിക്കണോ അതോ പുണ്യത്തിന്റെ ഫലം അനുഭവിക്കണോ എന്ന് ചോദിച്ചു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ തോന്നിയത് എനിക്ക് പാപഫലം ആദ്യം, അത് കുറവാണെങ്കിലും കൂടുതലായാലും ആദ്യം പാപഫലം അനുഭവിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ജനിച്ച കാലത്ത് ഓന്തായിട്ട് ജനിച്ചത്. അതും അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്ത് കിട്ടി? ശ്രീകൃഷ്ണന്റെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വേദവംശത്തിലുള്ള കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പം ഇവർ കളിച്ച പന്ത് പൊട്ടക്കണ്ടിപ്പോയി. അപ്പോ ഈ പന്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടികള് ദർഭപുല്ലൊക്കെ വള്ളി ഉണ്ടാക്കി പന്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഒരു ഓന്താണ് കാണുന്നത്. എന്ത് ചെയ്താൽ പന്തെടുക്കാൻ സമ്മതിക്കില്ല. ഈ ഓന്ത് അതേപോലെ ഇവരെ ശല്യം ഉണ്ടാക്കി. അവരെന്നാ ഓന്തിനെ പിടിച്ച് കയറ്റിവിടാൻ നോക്കിയിട്ട് അവർ ശ്രമിച്ചിട്ട് നടന്നില്ല. അപ്പൊ ശ്രീകൃഷ്ണന്റെ അടുത്ത് എന്ന് പറഞ്ഞു. അപ്പൊ ശ്രീകൃഷ്ണൻ വന്നിട്ട് കൈ കാണിച്ചപ്പോഴത്തേന് ഈ ഓന്ത് ശ്രീകൃഷ്ണന്റെ കയ്യിൽ കയറി. എന്നിട്ട് പുറത്തെടുത്തപ്പം ശ്രീകൃഷ്ണൻ തന്നെ ചോദിച്ചു, നീ എന്തുകൊണ്ടാ ഓന്തായിട്ട് ജനിച്ചത്? അപ്പൊ നൃഗരാജൻ പൂർവജന്മ കഥ പറയാണ് ഭഗവാനോട്. ക്ഷത്രിയനായിരുന്നു, ദാനശീലനായിരുന്നു, എന്ത് കാര്യത്തിനും ബ്രാഹ്മണർക്ക് ബഹുമാനിച്ചിരുന്നു, ദാനകർമ്മങ്ങൾ ചെയ്തിരുന്നു. അപ്പോ ആ ദാനകർമ്മങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ പശുക്കളൊക്കെ ഇഷ്ടം പോലെ ദിവസവും ആയിരക്കണക്കിന് പശുവിനെ ദാനം ചെയ്യും ബ്രാഹ്മണർക്ക്. അന്ന് ഏറ്റവും വലിയ സമ്പത്ത് ഗോക്കളാണ്. രാജാക്കന്മാരുടെ അടുത്ത് പോലും ഈ സ്വർണ്ണവും വെള്ളിയൊന്നും അല്ല. ഗോക്കളുണ്ടെന്ന് പറഞ്ഞാൽ അതും ഗോക്കളുടെ കൊമ്പില് സ്വർണ്ണമൊക്കെ കെട്ടി വെള്ളിയൊക്കെ കെട്ടിച്ചിട്ട് ദാനം ചെയ്യുക, അത് വലിയ ശ്രേഷ്ഠമായിട്ടാണ് കരുതുക. അപ്പൊ ആയിരക്കണക്കിന് പശുക്കളെ ദാനം ചെയ്യായിരുന്നു. വസ്ത്രദാനം, അന്നദാനം, അതുപോലെ യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടത്തിയിരുന്ന ഒരു രാജാവായിരുന്നു. പക്ഷേ ഇദ്ദേഹം ഒരിക്കൽ കുറെ പശുക്കളെ ഒരു ബ്രാഹ്മണന് ദാനം കൊടുത്തു. ആ ബ്രാഹ്മണൻ അതും കൊണ്ട് പോയി. പിന്നെ അടുത്ത ഒരു ബ്രാഹ്മണന് പിറ്റേ ദിവസം കൊടുത്തു. ആ കൊടുക്കുമ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം തലേ ദിവസം കൊടുത്ത ആ ബ്രാഹ്മണന്റെ കൊടുത്ത പശുക്കളിൽ നിന്ന് ഒരു പശു തിരിച്ച് തൊഴുത്തിലേക്ക് വന്നു. ചിലർക്ക് ഈ ജന്മവാസന ഉണ്ടല്ലോ, പോയ വഴി തിരിച്ചു വരും. അത് ഈ ചില മൃഗങ്ങൾക്കും ഉണ്ട് അങ്ങനെ. കൃത്യമായിട്ട് ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ പശുക്കളെ കയറഴിച്ചു വിട്ടേക്കാം, അത് കൃത്യമായിട്ട് എത്തേണ്ട വീടൊക്കെ കണ്ടുപിടിച്ച് വന്നോളൂ. ഞാൻ അവിടെ വൃന്ദാവനത്തിൽ പോയപ്പം ഒരു പശു ദിവസം 5 മണിയാകുമ്പം ഞങ്ങൾ താമസിച്ചിരുന്ന അവിടെ ഒരു അമ്പലമുണ്ട്, ശ്രീകൃഷ്ണന്റെ അമ്പലമുണ്ട്. കൃത്യം 5 മണിക്ക് സെക്യൂരിറ്റിക്കാർ ഗേറ്റ് തുറന്നിട്ട് ഒരു പശു വരും. അതിന്റെ കഴുത്തിൽ കയറൊന്നുമില്ല. ഇവിടെ കൊണ്ടുവന്നാൽ സേവകരെ അതിനെ കുളിപ്പിച്ച് അതിന്റെ പാലെടുത്ത് ഗോവിന്ദാഭിഷേകം, ശ്രീകൃഷ്ണ അഭിഷേകം നടത്തും. എന്നിട്ട് ആദ്യം നേദിക്കുന്നത് കദളിപ്പഴം എന്താ നേദിക്കണമെന്ന് വെച്ചാൽ ഈ പശുവിന് കൊടുക്കും. ആ പശു അത് കഴിച്ചിട്ട് വന്ന വഴി തിരിച്ചു പോകും. പിറ്റേ ദിവസം 5 മണിയാകുമ്പോഴത്തേനും ആരും പറയണ്ട, ഈ 5 മണിയാകുമ്പോഴത്തേനും പശു ഗേറ്റിലെത്തും. അങ്ങനെ ബുദ്ധിയുള്ള പശുക്കളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ദൈവിക ശക്തി എന്താണെന്ന് കാണണമെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള കാണണം. അത് കാണാൻ വേണ്ടിയിട്ട് തന്നെ 5 മണിക്ക് ഏറ്റുപോയി ഞാൻ, ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ ഏറ്റുപോയപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരും കുറേ പേര് ഏറ്റുപോയി. ഇത് കണ്ടതാണ് നേരിട്ട്. അപ്പൊ ഇതേപോലെ ഈ ജന്മവാസന കൊണ്ട് ഈ പശുക്കളിൽ ഒരു പശു തിരിച്ച് തൊഴുത്തിൽ വന്നു നിന്നു. ഇത് മനസ്സിലാക്കാതെ ഈ പശുവിനെ മറ്റു പശുക്കളുടെ കൂടെ അടുത്ത ബ്രാഹ്മണന് ദാനം കൊടുത്തു. എന്നിട്ട് ആ ബ്രാഹ്മണൻ ആ പശു കൊണ്ട് പോകുമ്പം തലേ ദിവസം ദാനം മേടിച്ചുകൊണ്ട് പോയ ബ്രാഹ്മണൻ തൻ്റെ പശുവിനെ, കാണാതായ പശുവിനെ അന്വേഷിച്ചു വരിക. അപ്പം ഈ കൂട്ടത്തിൽ ആ പശുവിനെ കാണും. ഇതെന്റെ പശുവാ, ഇന്നലെ എനിക്ക് ദാനം കിട്ടിയതാ, അതുകൊണ്ട് നീ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞു. എനിക്കിപ്പം രാജാവ് ഇപ്പം ദാനം തന്നതാ. അതെങ്ങനെയാ നിന്റേതാവണത്?
എനിക്കിപ്പോ ദാനം തന്ന പശുവിന്റെ കൂട്ടത്തിലുള്ളതാ. എന്തായാലും ഈ ഒരു പശുവിന്റെ പേരിൽ ഇവര് തമ്മിൽ തർക്കായി. സംഭവം രാജാവിന്റെ അടുത്തെത്തി. രാജാവ് വന്നു, രണ്ടുപേരോടും പറഞ്ഞു നോക്കി, ഈ ഒരു പശുവാണുള്ള പ്രശ്നം, അതിന്റെ പകരം ലക്ഷക്കണക്കിന് പശുവിനെയോ ഇല്ലെങ്കിൽ അതിനുള്ള ലക്ഷക്കണക്കിന് രൂപയോ അല്ലെ നാണയോ നിനക്ക് തരാം. രണ്ടുപേരും അംഗീകരിക്കില്ല. എനിക്ക് എൻ്റെ പശു വേണമെന്ന് തലേ ദിവസം കൊണ്ടുപോയാൽ എനിക്ക് എൻ്റെ പശുവിനെ തന്നെ വേണമെന്ന് പറയും. എനിക്കിത് ദാനം കിട്ടിയ പശുവാ, ഇത് കൊടുക്കാൻ പറ്റില്ല. ഇത് രണ്ടുപേരും കൂടെ ആ തർക്കത്തില് അങ്ങനെ ഈ ബ്രാഹ്മണ ശാപം ആർക്ക് കിട്ടി? രണ്ടുപേരും ശപിച്ചു. ഒരു പശുവിനെ ദാനം ചെയ്തിട്ട് പിന്നെ രണ്ടാമത് ദാനം ചെയ്തത് ശരിയല്ല. അതറിയാതെ സംഭവിച്ചതാ. അപ്പൊ നമുക്കറിയാൻ പറ്റോ ഇങ്ങനെ സംഭവിച്ചു പോയി? അതിനെ പകരം പശുവിനെ കൊടുക്കാന്ന്, സ്വർണം കിട്ടിയ പശുവിനെ കൊടുക്കാന്ന് പറഞ്ഞിട്ടും വാങ്ങിയ ആളും സമ്മതിക്കില്ല, രണ്ടുപേരും സമ്മതിക്കില്ല. അങ്ങനെ ഉണ്ടല്ലോ ചില കാര്യങ്ങളിൽ. അങ്ങനെയാ മനുഷ്യന് ഈ അഹങ്കാരം കയറിയാലേ ആര് പറഞ്ഞാലും കേൾക്കില്ല. എൻ്റെ എന്ന് പറയും. ഇത് എൻ്റെ എന്ന് പറയാൻ എന്താ ഉള്ളത്? ദാനം കിട്ടിയതാ, എന്നാലും വേണ്ടില്ല, എൻ്റെ ഞാൻ എന്നുള്ളത് പിടുത്തം വിടില്ല. എന്തായാലും അത് കാരണം കൊണ്ടാണ് ഈ ദാനം എത്രയൊക്കെ പുണ്യകർമ്മം ചെയ്തിട്ടും അതിൻ്റെ ദോഷം കിട്ടിയതാണ്. ഹെമലോകത്തി എന്ന് കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരു ദോഷം സംഭവിച്ച ബ്രാഹ്മണ ശാപം കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഫലം അനുഭവിക്കണമെന്ന് ചോദിച്ചു ആദ്യം. അത് ഞാൻ ആദ്യം അനുഭവിച്ചോളാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് നേരത്തെ തന്നെ അറിയാം സംഗതി ഇന്നതാ സംഭവം എന്നുള്ളത്. അങ്ങനെയാണ് ഓന്തായിട്ട് ജനിച്ചത്. ആ ഓന്തായിട്ട് ജനിച്ചപ്പം മോക്ഷത്തിന് ഭഗവാൻ തന്നെ കാരണമായി. അങ്ങനെ ആ കഥ ഭഗവാനോട് പറഞ്ഞു കൊടുക്കും. അപ്പോ പിന്നെ അതിലെന്താ സംഭവിച്ച ഒരു ശ്രേഷ്ഠമായ ബ്രാഹ്മണരൊക്കെ കേട്ടിരിക്കേണ്ട ഒരു ഉപദേശമുണ്ട് ശ്രീകൃഷ്ണൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് യദുകുലത്തിൽ. അതൊക്കെ ശരിക്കും ബ്രാഹ്മണനായിട്ട് ജനിച്ചവരൊക്കെ കേൾക്കണം. അത് മറ്റുള്ളവരും കേൾക്കണം. ബ്രാഹ്മണനെ എങ്ങനെ ബഹുമാനിക്കണം, ബ്രാഹ്മണനെ ഏതൊക്കെ തരത്തിൽ വേദനിപ്പിച്ചാൽ അതിൻ്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഭാവിയിൽ, ശ്രീകൃഷ്ണൻ അറിയാം ബ്രാഹ്മണ ശാപം ഇവർ മേടിക്കുന്നത്, എന്നിട്ട് ശ്രേഷ്ഠമായൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്. ഒരു കാരണവശാലും ബ്രാഹ്മണ ശാപം, ബ്രഹ്മഹത്യാ പാപം ചെയ്യരുത്. നിങ്ങളെ ബ്രാഹ്മണൻ ദ്രോഹിച്ചാൽ പോലും അവരെ ശിക്ഷിക്കാൻ ക്ഷത്രിയർക്ക് അവകാശമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ശ്രേഷ്ഠമായൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പുണ്യകർമ്മങ്ങൾ ഒരുപാട് ചെയ്താലും അതിലും ചിലപ്പോൾ പിഴവ് വരും, നമ്മൾ അറിയാതെ തന്നെ സംഭവിക്കും. കർമ്മത്തിൻ്റെ ഗതി മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ് ഭഗവാൻ തന്നെ പറഞ്ഞേക്കണം. കർമ്മണൗക്യവി ബോധവ്യം ച വികർമ്മണാക അകർമ്മണശ്ച ബോധവ്യം ഗഹനാകർമ്മണോ ഗതി. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യാൻ പാടില്ലാത്ത ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്ത് ഈശ്വരൻ്റെ സഹായത്താൽ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാ ചെയ്യും. ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്താലും ചില കർമ്മങ്ങളുടെ ഗതി മനസ്സിലാക്കാൻ പറ്റില്ല. അത് സംഭവിക്കുമ്പോഴേ അറിയൂ. അപ്പം അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കർമ്മദോഷങ്ങൾ സംഭവിക്കും. ആ കർമ്മദോഷങ്ങളെ കൂട്ടിച്ചേർത്തിട്ടാണ് നമുക്ക് ഈ ജന്മത്തിൽ കിട്ടുന്ന സ്വഭാവം. മനസ്സിലായില്ലേ? ആ വാസനാബലത്തിലായിരിക്കും. അതിനെയാണ് ഇവിടെ അർജുനൻ പറഞ്ഞത് കാർപ്പണ്യദോഷോ പഗത സ്വഭാവക. ബാക്കി മൗഢ്യത്തിൻ്റെ കാരണം ചോദിച്ചപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ശീലിച്ചതിന് വിരുദ്ധമായിട്ട് പെരുമാറാൻ പറ്റില്ല എന്നൊക്കെ അർജുനൻ ന്യായീകരിച്ചെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നമ്മൾ സ്വയം സെൽഫ് അനലൈസ് ചെയ്തിട്ട് അർജുനൻ പറയുന്ന 7ാമത്തെ ശ്ലോകമാണ് നമുക്കൊക്കെ ബാധക, ഏത് കാലത്തും ബാധക. നമുക്ക് ഈ ജന്മത്തിൽ കിട്ടിയിരിക്കുന്ന സ്വഭാവം പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെ വാസനാബലത്താലായിരിക്കും നമ്മുടെ ഇഷ്ടാനുഷ്ഠാനങ്ങളും സ്വഭാവവും രൂപീകരിക്കപ്പെടുന്നത്. ആ സ്വഭാവം ആണ് നമ്മുടെ ഇന്നത്തെ സകല പ്രശ്നങ്ങൾക്കും കാരണം. അവിടെ അർജുനൻ പറയുന്നത് എന്താ? കാർപ്പണ്യദോഷോ പഗത സ്വഭാവക വൃക്ഷാമത്താം ധർമ്മസുപട. എനിക്ക് ഇപ്പോൾ ഭവിച്ചിരിക്കുന്ന സ്വഭാവം പൂർവ്വജന്മാർജിതമാണ്. അത് വെച്ചുകൊണ്ട് എനിക്ക് ധർമാധർമ്മങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഈ യുദ്ധം നടന്നാൽ, ധർമ്മയുദ്ധം എന്ന് പേര് പറഞ്ഞാലും ഈ യുദ്ധം നടന്നാൽ ഒന്നുകിൽ അവർ ജയിക്കില്ലേ ഞങ്ങൾ ജയിക്കും. ഇതിൽ ആര് ജയിച്ചാലാണ് ആ ധർമ്മം പുനഃസ്ഥാപിക്കുക എന്നെനിക്ക് ശരിക്കും അറിയാൻ പറ്റില്ല. മനുഷ്യജന്മത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നതാണ് ഗുണദോഷങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുക എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് തിരിച്ചറിയാനുള്ള ബുദ്ധി, വിശേഷ ബുദ്ധി നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് 2 കാലമുണ്ട്. ജനിക്കുമ്പോൾ തന്നെ കുറച്ച് കെട്ട ബുദ്ധി ഉണ്ടാവും, കുറച്ച് നല്ല ബുദ്ധി ഉണ്ടാവും.
50% ദൈവിക സമ്പത്തുള്ളൂ, 50% ആസുരി സമ്പത്താണ്. അതാ ഈ ആസുരി സമ്പത്ത് എന്ന് പറയുകയാണ് ശരീരം അടക്കം ആസുരി സമ്പത്ത്. എന്തുണ്ടായിട്ട് നശിക്കുന്നു അതൊക്കെ പ്രേയസാണ്, അത് ആസുരി സമ്പത്താണ്. എന്തുണ്ടായിട്ട് നശിക്കുന്നു, നമ്മുടെ ശരീരം ഉണ്ടായിട്ട് നശിക്കുന്നതാണ്, അപ്പോൾ ആസുരി സമ്പത്താണ്. എന്നാൽ ഈ ആസുരി സമ്പത്താകുന്ന ശരീരം ഉപയോഗിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ സ്വഭാവം കിട്ടിയിരിക്കുന്നത് ഈ ജന്മത്തിൽ ഏറ്റവും വലിയ സിസ്റ്റം ഭയങ്കര ഭഗവാന്റെ. നമ്മൾ ഈ ജന്മത്തിൽ ഏത് സ്വഭാവം കൊണ്ടാണോ മരിക്കുന്ന, വാസനാബലത്തിലാണോ മരിക്കുന്നത്, അതനുസരിച്ചുള്ള ശരീരം ഈ പ്രകൃതിയിൽ നിന്ന് അവരവർക്ക് യോജിക്കുന്ന വിധത്തിലുള്ള ശരീരം കടഞ്ഞെടുത്തിട്ടാണ് ഓരോരുത്തർക്കും കിട്ടുന്നത്. നമ്മുടെ ശരീരം നശിച്ചാലും മരിച്ചു കഴിഞ്ഞാലും ഈ ശരീരത്തിന്റെ അംശങ്ങളൊക്കെ ഈ പ്രകൃതിയിലേക്ക് തിരിച്ചു പോകും. അതാത് ആകാശത്തിന്റെ തലത്തിലേക്ക് പോവും. അതിൻ്റെ ഒക്കെ തത്വങ്ങൾ അതാതിലേക്ക് ലയിക്കും. പിന്നെ തിരിച്ച് നമുക്ക് ജന്മം കിട്ടുമ്പം അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് അവരവരുടെ സ്വഭാവം അനുസരിച്ച് കൂട്ടിച്ചേർത്തിട്ടാണ് അവരവർക്ക് ശരീരം കിട്ടുക. അപ്പോൾ ആ കിട്ടുമ്പോൾ എന്താ, പൂർവ്വജന്മത്തിലെ വാസനാബലങ്ങളാണ് സ്വഭാവമായിട്ട് ഈ ജന്മത്തിൽ വരാം. ഇഷ്ടാനിഷ്ടങ്ങളും നമ്മുടെ എന്ത് കാര്യത്തിലും നമുക്കുണ്ടല്ലോ ഒരു ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ, ആ വാസനാബലം കിട്ടുന്നത് അതാണ് സ്വഭാവമായിട്ട്. ആര് ദേവേന്ദ്രൻ പിടിച്ചാലും ഈ സ്വഭാവത്തെ മാറ്റാൻ സാധ്യമല്ല. ഇതാണ് ഏറ്റവും മൗഢ്യത്തിന് കാരണം എന്ന് പറയുന്നത്. എന്നാൽ അർജുനെ സംബന്ധിച്ചിടത്തോളം അർജുൻ പറയുന്നത് ശ്രേയസ്യ, എൻ്റെ സ്വഭാവം തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം. മൗഢ്യത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഒരൊറ്റ ശ്ലോകത്തിലാണ് പറയുന്നത്. അത് നമുക്കും ബാധകം. നമുക്കിപ്പോൾ എന്തെങ്കിലും ഈ ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ, നമ്മൾ ദുഃഖങ്ങളോ സുഖമോ ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കും പൂർവ്വജന്മാർജിതമായ കർമ്മബന്ധനം കൊണ്ടുണ്ടായിട്ടുള്ള സ്വഭാവത്താലാണ് നമുക്ക് സുഖവും ദുഃഖവും ഒക്കെ അനുഭവിക്കാനിട വരിക, അല്ലാതെ ഈശ്വരൻ ഉണ്ടാക്കുന്നതല്ല. അപ്പം ആ സ്വഭാവം വച്ചുകൊണ്ട് നമ്മൾ തന്നെ തിരിച്ചറിയണം, എനിക്ക് ഗുണദോഷങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ. ഇല്ലെങ്കിൽ അത് ഭഗവാന്റെ അടുത്ത് സറണ്ടർ ചെയ്യണം. അർജുനൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈശ്വര പൂജയ്ക്ക് ഏറ്റവും വലിയ എഫക്റ്റ് കിട്ടുന്നത് ഇതാണ്. സ്വയം സറണ്ടർ, സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് ഇപ്പോഴുള്ള സ്ഥിതി എന്താണെന്ന് ഞാനിതാ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. എന്നിട്ട് പറയുന്ന എന്താ, പ്രേയസ് വേണ്ടാന്നും പറയുന്നു, ശ്രേയസ് മതി എന്ന് പറയും. അതാണ് ഏറ്റവും വലിയ തിരിച്ചറിവ്. എന്താണ് പ്രേയസ്, ശ്രേയസ്? പ്രത്യക്ഷ കിട്ടിയിട്ട് നശിക്കുന്നത് എന്തോ അതൊക്കെ പ്രേയസാണ്. പ്രകടന ഭക്തി കൊണ്ടും പ്രത്യക്ഷ ഭക്തി കൊണ്ടും നമുക്ക് ലഭിക്കുന്നതൊക്കെ ഇനി ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് ഇഷ്ടഭോഗം അഭിഷ്ടസിദ്ധിക്ക് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയാലും വേണ്ടില്ല, അതേ കാരണം കൊണ്ട് നിങ്ങൾ ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരും. ഇഷ്ടഭോഗം ഭഗവാൻ ചോദിച്ചാൽ തരുന്നത് എന്തിനാ? നമുക്ക് ഭക്തിയിൽ ദൃഢത ഉണ്ടാക്കാൻ വേണ്ടേ. ചോദിക്കുന്നത് കിട്ടുന്നിടത്തല്ലേ നമ്മൾ പോവും. നമ്മുടെ ഇഷ്ടങ്ങൾ സാധിപ്പിച്ച് തരുന്ന അച്ഛനാണോ അമ്മയാണോ അവരുടെ അടുത്തായിരിക്കും നമുക്ക് ഇഷ്ടം. ആര് അച്ഛൻ സാധിച്ചു തന്നാൽ അച്ഛനോടായിരിക്കും ഇഷ്ടം, അമ്മ സാധിച്ചു കൊടുത്താൽ അമ്മയോടായിരിക്കും, ആര് സാധിച്ചിരുന്നോ അവരോടായിരിക്കും ഇഷ്ടം. അപ്പൊ ഭഗവാൻ നമ്മളെ വലയിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്നതൊക്കെ നൽകും. അങ്ങനെയെങ്കിലും ഭഗവാനെ ഭജിക്കട്ടെ ആദ്യം. ഇത് തുടക്കക്കാർക്കാ. പക്ഷെ കിട്ടുന്നത് എന്ത് ഇഷ്ടഭാവം കിട്ടിയാലും അതേ കാരണം കൊണ്ട് ദുഃഖിക്കേണ്ടി വരും. സന്തതി ചോദിച്ചാൽ സന്തതി തരും, സ്വത്ത് ചോദിച്ചാൽ സ്വത്ത് തരും. ഗുരുവായൂരപ്പനെ ആത്മാർത്ഥമായിട്ട് വച്ചാൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും കേട്ടും. പക്ഷെ അതേ കാരണം നിങ്ങൾ പറഞ്ഞിട്ട് പറയും, ഓ ഈ ഇതിലും ഭേദം കുട്ടികൾ ഇല്ലാതിരിക്കുകയായിരുന്നു. കാരണം അതുപോലുള്ള ആത്മദേവൻ്റെയൊക്കെ കഥ മനസ്സിലാക്കിക്കോളൂ. മഹാത്മ്യത്തില് നമ്മുടെ തന്നെ കാര്യം എങ്ങനെയാ. പല അമ്മമാരെ എനിക്കറിയാം, ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് കുട്ടികളുണ്ടായിട്ട് ഓ ഇങ്ങനെയുള്ള കുട്ടി ഉണ്ടാകാതിരിക്കുകയായിരുന്നു നല്ലത്. കാരണം അതുപോലുള്ള അനുഭവം കിട്ടിക്കഴിയുമ്പോൾ തന്നെ പഠിക്കും. ഭഗവാനോട് ഗുരുവായൂരപ്പൻ ഇത്ര കാരുണ്യവാനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ തന്നിലേക്ക് ആകർഷിക്കാൻ ഗുരുവായൂർ ഒരു പ്രാവശ്യം പോയ ആളെ ഇടയ്ക്കിടയ്ക്ക് പിടിച്ചു വലിക്കും. എന്നിട്ട് നിങ്ങൾ ചോദിക്കുന്നതൊക്കെ തരും. കള്ളനെയും വളർത്തും, സമ്പന്നനെയും വളർത്തും. രണ്ടും ഒരേപോലെയാണ് ഭഗവാനെ സംബന്ധിച്ച്. അപ്പോൾ 10 ചോദിച്ചാൽ 10 തരും, 20 ചോദിച്ചാൽ 20 തരും, 50 ചോദിച്ചാൽ 50 തരും. ആത്മാർത്ഥമായിട്ട് ചോദിച്ചാൽ മതി. ഇനി ഒരു ഗ്ലാസ് പായസം കുടിക്കുന്ന പായസവും കൊടുത്തു കൊടുക്കും. ആരെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുതരും. ഇങ്ങനെ കാര്യങ്ങളൊക്കെ സാധിച്ച് 100 കാര്യങ്ങളെ നിങ്ങൾ ചോദിച്ചിട്ട് കിട്ടിക്കഴിയുമ്പം ഒരു കള്ളനെ വെട്ടിച്ച് 75 കൂടെ അടുപ്പിച്ച് കളയും. അപ്പോൾ നിങ്ങൾ തലയ്ക്ക് കൈ വെച്ചിട്ട് പറയും, ഞാൻ ഉണ്ടാക്കി വെച്ചതൊക്കെ പോയി. ഈ ഞാൻ കയറി വന്നാൽ പോയി. നമ്മൾ ഭഗവാനുമായിട്ട് 2 അങ്കുലം ദൂരെയാണ് നിൽക്കുന്നത്. അപ്പുറത്തും ഇപ്പുറത്തെ 2 കുറ്റി. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടേ, ഈ ഇടയും പിങ്കളയായിട്ട് 2 കുറ്റി അടിച്ചു വെച്ചിട്ടുണ്ട്. ഒരു കുറ്റിയിൽ ഞാനും ഒരു കുറ്റിയിൽ എൻ്റെ.
ഇതിന്റെ നടുക്ക് ഭഗവാൻ നിൽക്കുക. ഈ എൻ്റെ ഞാനും വിട്ടിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ഒന്ന് പോകണ്ടേ? എന്ത് കാര്യത്തിലും ഞാൻ എൻ്റെ. ഇതാണ് ചെറുപ്പം മുതലേ പറഞ്ഞു പഠിപ്പിച്ചേക്കുന്നത്, അല്ലേ? കൂടെയുള്ളവർ മരിച്ചാലും അവര് മരിച്ചതല്ല ദുഃഖം, എന്നെ ഇനി ആര് നോക്കുന്നു പറഞ്ഞിട്ടാ. അപ്പോഴും എൻ്റെ കാര്യ അല്ലേ? എനിക്കിഞ്ഞി ആരുണ്ട്? ഇത് സത്യല്ലേ? ഇത് അംഗീകരിക്കാത്ത സത്യ. എല്ലാവരുടെയും സ്വഭാവം ഇതാ, കോമൺ സ്വഭാവം ഇതാ. ഇങ്ങനെയൊക്കെ അറിയൂ. ഒരാൾ മരിച്ചാൽ ഭർത്താവ് മരിച്ചിട്ട് ഭാര്യ പറഞ്ഞാലും, ഭാര്യ മരിച്ചിട്ട് ഭർത്താവ് കരഞ്ഞാലും ഒക്കെ എൻ്റെ കൂടെ ഇനി ആരുണ്ടെന്ന് ചോദിച്ചിട്ടാണ്, അല്ലേ? ആത്യന്തികമായിട്ട് അവരവർക്ക് സ്വാർത്ഥതയുണ്ടെന്ന് അർത്ഥം. അതാണ് ഏറ്റവും വലിയ സ്വഭാവം. അപ്പൊ അവിടെ ഈ പ്രേയസ് അർജുനൻ ചോദിക്കുന്നില്ല. ആദ്യം തന്നെ ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട്, നാ കാംക്ഷേ വിജയം കൃഷ്ണ നച രാജ്യം സുഖാനിജ കിംനോ രാജ്യേന ഗോവിന്ദ കിം പോകതൈ ജീവിതേനവ. എനിക്ക് ഈ രാജ്യമോ വിജയമോ ഈ പറയുന്ന സമ്പത്തോ ഒരു തരി മണ്ണിന് വേണ്ടിയിട്ട് ഞാൻ യുദ്ധം ചെയ്യാൻ തയ്യാറില്ല. കാരണം ഭാവിയിൽ ഈ കാരണന്മാരെയൊക്കെ വേദനിപ്പിച്ചിട്ട് എന്ത് കിട്ടിയാലും ദുഃഖമേ ഉണ്ടാകൂ. അതുകൊണ്ട് ഇത് വേണ്ടാന്ന് വെച്ചിരിക്കണം. അത് പ്രത്യക്ഷത്തിലുള്ളത് പ്രേയസാണ് വേണ്ടാന്ന് പറഞ്ഞത്. പിന്നെ എന്താ? ഇവരെ ഒന്നും കൊന്നിട്ടോ അതിൽ നിന്ന് എനിക്ക് ശ്രേയസ് ഉണ്ടാകില്ല എന്നും അർജുനൻ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഭഗവാനോട് ആദ്യത്തെ അധ്യായത്തിൽ തന്നെ സംസാരിച്ചത്. ഇവിടെയും ഭഗവാന്റെ അടുത്ത് അർജുനൻ പറയുന്ന, എൻ്റെ ഇപ്പോഴത്തെ സ്വഭാവത്തിൽ എനിക്ക് ഗുണദോഷങ്ങൾ കൃത്യമായിട്ട് ധർമാധർമ്മങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. എന്നാൽ ആ ശ്രേയസ് ഇല്ലെങ്കിൽ എനിക്ക് ശ്രേയസ് ഉണ്ടാകണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ, ഞാൻ എന്ത് ചെയ്താലാണ് എനിക്ക് ശ്രേയസ് ഉണ്ടാകുക, അത് എന്താണെന്ന് നിശ്ചയിച്ച് അങ്ങ് തന്നെ പറഞ്ഞു തന്നാലും. ഇതാണ് യഥാർത്ഥത്തിൽ ഡെഡിക്കേഷൻ, യഥാർത്ഥ സറണ്ടർ, സമർപ്പണം എന്ന് പറയുന്നത്. ഇതിനായിരിക്കണം ഭഗവാന്റെ അടുത്ത് പോകുന്നു ഭഗവാനാണ് ആവശ്യപ്പെടുന്നത്. ശ്രേയസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരിക്കലും നശിക്കാത്തത് എന്തോ അതാ ശ്രേയസ്. നമ്മുടെ ശരീരം പോലും വന്നു പോയിരിക്കുന്നതാണ്, പ്രേയസാണ്, ആസുരി സമ്പത്താണ്. ഇന്ന് കിട്ടിയിട്ടുണ്ട്, എപ്പോഴാ വീണു പോടേന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ ഈ ശരീരം ഉള്ളപ്പോൾ ഭഗവാനോട് പറയൂ, എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ള എന്ത് ഞാൻ ചെയ്യണം ഈ ശരീരം വെച്ചുകൊണ്ട്? ധർമ്മത്തിന് ക്ഷതം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ധർമ്മക്ഷേത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ധർമ്മത്തിന് ക്ഷതം വരാതെ കാത്ത് സംരക്ഷിക്കാനുള്ള ഉപകരണമാണ് ധർമ്മക്ഷേത്രമാകുന്ന ഈ ശരീരം. അതുകൊണ്ട് ഈ ശരീരം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലാണ് എനിക്ക് ശ്രേയസ് ഉണ്ടാകാന്ന് ചോദിച്ചാൽ, നമ്മൾ ഓരോരുത്തരും ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ഇതുപോലെ സറണ്ടർ ചെയ്യാനുണ്ടെങ്കിൽ ആ കുടുംബത്തിന് ശ്രേയസ് ഉണ്ടാകും. ഒരൊറ്റയാളുണ്ടായാൽ മതി. സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയാന്ന ഭഗവാൻ പറഞ്ഞേക്കണേ. ആ ധർമ്മത്തിന്റെ ഒരു അംശമെങ്കിലും ആര് ചെയ്യുന്നോ അത് മഹത്തായ ഫലത്തെ ഉണ്ടാക്കുന്നതാണ്. അതെങ്ങനെയാന്ന് ചോദിക്കും. വീട്ടിൽ ഒരാൾ ചെയ്താൽ, നമ്മളിപ്പോൾ ഇരുട്ടത്തിരിക്കുന്ന ഒരാൾ ഞാൻ ഏറ്റുപോയിട്ട് ഒരു ലൈറ്റിന്റെ സ്വിച്ച് ഇട്ടാൽ അത് ഇട്ടത് ഞാനാന്ന് പറയണേ കേമൻ, ഞാനാ ലൈറ്റ് ഇട്ടേന്ന് പറയാം. പക്ഷെ ഈ ലൈറ്റ് ഇട്ടത് ഞാനാന്ന് അവകാശം പറയുമ്പോഴും അതിൽ നിന്ന് വരുന്ന വെളിച്ചം എനിക്ക് മാത്രമേ അനുഭവിക്കാൻ സാധിക്കുള്ളൂ. അതിന്റെ ചോട്ടിൽ വരുന്നവർക്കല്ല, അതിന്റെ പരിധി വരുന്നവർക്കല്ല ആ വെളിച്ചം കിട്ടില്ലേ? ഇതാണ് സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയ എന്ന് പറയണം. ഈ അധ്യായത്തിൽ തന്നെ പറയുന്ന കാര്യം. അപ്പൊ ആ കർപ്പണ്യദോഷം തീർക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ ശരണം പ്രാപിച്ചിട്ട് അർജുനൻ പറയാണ്, എൻ്റെ സ്വഭാവം കൊണ്ടാണ് എനിക്ക് യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. കർമ്മം ചെയ്യാൻ തീരുമാനിച്ചു, പക്ഷേ ശ്രേയസും പ്രേയസും തമ്മിലുള്ള തിരിച്ചറിവും ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് എനിക്ക് ശ്രേയസ്സാണ് വേണ്ടത്. എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ഈ ധർമ്മത്തെ പുനഃസ്ഥാപിച്ച് ഈ ലോകത്തിന് തന്നെ ശ്രേയസ് ഉണ്ടാകണം എന്ന ചിന്തയുള്ളവർക്ക്, ഇങ്ങനെ സ്വാർത്ഥ താല്പര്യമുള്ളവർ എപ്പോഴും പ്രേയസേ ചോദിക്കൂ, ശ്രേയസ് ചോദിക്കില്ല. അപ്പൊ ആ വിശാല മനസ്സ് കൊണ്ടാണ് നമുക്കൊക്കെ വേണ്ടിയിട്ടാണ് അർജുനൻ സംസാരിക്കുന്നതെന്ന് അർത്ഥം. ആ ശ്രേയസ് എന്താണെന്ന് നിശ്ചയിച്ച് ബ്രൂഹി തന്മേ, എനിക്ക് പറഞ്ഞു തന്നാലും. ശിഷ്യസ്തേഹം, അതിനു വേണ്ടിയിട്ട് ഞാനിതാ അങ്ങേ ഗുരുവായിട്ട് സ്വീകരിച്ച് ശിഷ്യൻ ആയിട്ട് തന്നെ പരിഗണിച്ചാലും. ഇതാണ് ഗുരുവിനെ ശിഷ്യൻ തിരിച്ചറിയണം, ഗുരു ശിഷ്യനെ തിരിച്ചറിയണം. നമ്മൾ എന്തിനാണ് ഗുരുവിനെ തേടുന്നത്? ഇതുപോലുള്ള യഥാർത്ഥ മാർഗദർശനത്തിനാണ് ഗുരുവിൻ്റെ ആവശ്യകതയുള്ളത്. അത് യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും നമ്മുടെയൊക്കെ ആ പ്രാണൻ തന്നെയാണ്. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ ആരാ? നമ്മുടെ ശരീരത്തിലെ പ്രാണനാണ് ഗുരു, അതായത് ആത്മാവാണ് ഗുരു. അഹമാത്മാ ഗൂഢാകേശ എന്ന വിഭൂതി യോഗം പറയുമ്പം
ഭഗവാനോട് തന്നെ ഒരു ഭക്തൻ ചോദിച്ചു, ഈ ഗീതോപദേശമൊക്കെ നടത്തിയിട്ട് അങ്ങക്ക് ഇതിലേറ്റവും ഇഷ്ടപ്പെട്ട ശ്ലോകം ഏതാന്ന് ചോദിച്ചു. അങ്ങയുടെ ഉപദേശം തന്നെയാണ്, ഇതിലേറ്റവും ഇഷ്ടപ്പെട്ട ശ്ലോകം ഏതാന്ന് ഭഗവാനോട് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞത്, എനിക്ക് ഒരൊറ്റ ശ്ലോകം ഇഷ്ടമുള്ളൂ, ഞാൻ നിന്റെ ഉള്ളിലിരിക്കുന്നു എന്ന് പറയാൻ. അഹമാത്മാ ഗൂഢാകേശ. നമ്മുടെയൊക്കെ ഉള്ളിലിരിക്കുന്ന ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ അതുകൊണ്ട് ശിഷ്യസ്ഥയാഹം സാധ്യം. അപ്പൊ ഗുരുവായൂരപ്പൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? നമ്മുടെ പ്രാണൻ തന്നെയാണ് ഗുരു. ആ ഗുരു നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്ന വന്നു പോകുന്ന വായുവിനെ കൊണ്ട്, പ്രാണവായുവിനെ കൊണ്ട്, ഈ ശ്വാസത്തിന്റെ ഗതിവിഗതി കൊണ്ട് ആ പ്രാണൻ ശരീരത്തിൽ നിൽക്കുന്നത്. അപ്പൊ ഈ ശരീരമാണ് ഊര്. അതിന്റെ അധികാരി ആരാ? നമ്മൾ ഓരോരുത്തരും. അഹംബോധം. അപ്പൊ ആരാ ഗുരുവായൂരപ്പൻ? നമ്മുടെ ഈശ്വരൻ ആരാ? എൻ്റെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കുക? ഈ ശരീരത്ത് പ്രാണനായിട്ട് വർത്തിക്കുന്ന ജീവാത്മാവ് തന്നെയാണ് നമ്മുടെ ഈശ്വരൻ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ക്ഷേത്രം പോലും ഉണ്ടാക്കിക്കണേ. ക്ഷേത്രത്തിലുള്ള വിഗ്രഹം കേവലം പ്രതിബിംബമാണ്. നമ്മുടെ ഉള്ളിലാണ് ബിംബം ഇരിക്കുന്നത്. ശ്രേയസ് ഉണ്ടാകണമെങ്കിൽ ഇത്തരത്തിലേക്ക് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങണം എന്നർത്ഥം. ഇല്ലെങ്കിൽ പ്രേയസിന് വേണ്ടിയിട്ട് എത്ര ജന്മങ്ങളായി ഈ ക്ഷേത്രങ്ങളിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്, ഇല്ലേ? അഭിഷസിദ്ധിക്ക് പൂജ നടക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? അഭിഷസിദ്ധിയൊക്കെ നടക്കും. ഭഗവാൻ കാര്യം സാധിപ്പിച്ചത് തൽക്കാലം തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ചോദിക്കുന്നതൊക്കെ തരുമെന്ന് ഭഗവാൻ ഗീതയിൽ തന്നെ 7-ാം അധ്യായത്തിലേക്ക് ക്ലിയർ കട്ട് പറയും. യോ യോ യാം യാം തനി ഫക്ത സത്യ ആർച്ചെന്ന് വെച്ചത്. നിങ്ങൾ ശ്രദ്ധയോടെ ചെയ്താൽ ഏത് ദേവതയെ വെച്ചാലും അവന്റെ ഇഷ്ടങ്ങളെ അതാത് ദേവതയിലൂടെ ഞാൻ തന്നെയാണ് സാധിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞത്. പക്ഷെ അതൊക്കെ പ്രയാസമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ട് കിട്ടിയിട്ട് നഷ്ടപ്പെടും. എന്നെ ഭജിച്ചാലോ ശ്രേയസ് കിട്ടും. ശ്രേയസ് വേണം, പ്രേയസ് വേണം. അതുകൊണ്ടാണ് അർജുനൻ ആ തിരിച്ചറിവ്, ഈ ധർമാധർമ്മങ്ങളെ തിരിച്ചറിയില്ല എന്ന് പറയുമ്പോഴും അർജുനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയണേ ഈ ശ്രേയസ്സും പ്രേയസ്സും എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട്. അതുകൊണ്ട് ശ്രേയസ്കരമായി, എനിക്ക് കൂടുതൽ ശ്രേയസ്കരം, എനിക്കെന്ന് പറഞ്ഞാൽ ഈ പാണ്ഡവ പക്ഷത്തുള്ളവർക്ക് മുഴുവൻ ലോകത്തിന് തന്നെ അധർമ്മത്തിന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ, ധർമ്മത്തെ പുനഃസ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ ശ്രേയസ് ഉണ്ടാകണം. എന്നാലേ ശ്രേയസ് ഉണ്ടാകും. അതുകൊണ്ട് ശ്രേയസ്കരം എന്താണെന്ന് അങ്ങ് നിശ്ചയിച്ച്, ഭഗവാനെ കംപ്ലീറ്റ് സറണ്ടർ ചെയ്തിട്ട് പറയാണ്, അങ്ങ് നിശ്ചയിച്ച് എനിക്ക് പറഞ്ഞു തന്നാൽ അതിനായിക്കൊണ്ട് ഞാനിതാ അങ്ങേ ശരണം പ്രാപിക്കുന്നു. ശിഷ്യസ്ഥ അഹം ശാതിമാം താം പ്രപന്നം എന്ന് പറയുമ്പോഴും എന്നെ ശാസിക്കണമെങ്കിൽ ശാസിച്ചോളൂ എന്നും കൂടെ പറയുന്നുണ്ട്. ഈ ശാസിക്കുക എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കുക എന്നല്ല അർത്ഥം. നമ്മൾ കുട്ടികളെ തന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ചീത്ത പറഞ്ഞു എന്നാ പറയാം, അല്ലേ? ചീത്തയാണോ പറയണത്? നമ്മൾ അവരെ ശാസിക്കുക ചെയ്യുന്നത്. പക്ഷെ ശാസിക്കാൻ നമ്മുടെ ടോൺ, വാക്കിന്റെ ടോൺ വ്യത്യാസം വന്നാൽ കുട്ടികൾക്ക് ചീത്ത പറയുന്നതായിട്ട് തോന്നും. മനസ്സിലായില്ലേ? ഓർഡർ കൊടുക്കുന്നതും പറഞ്ഞ് മനസ്സിലാക്കി കാണിച്ചു കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതുമായിട്ട് വ്യത്യാസമുണ്ട്. ഇവിടെ ശാസ്ത്രം എന്ന് പറയുന്നത്, ശാസ്ത്രം എന്താണോ ഞാൻ അനുസരിക്കേണ്ടത് ആ ശാസ്ത്രവിധി പ്രകാരം എന്നെ ശാസിച്ചാലെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഗീതാശാസ്ത്രമാണ് ശ്രേയോ മാർഗത്തിന് ഭഗവാൻ പറയാൻ പോകുന്നത്. ശ്രേയസ് എന്താണെന്ന് നിശ്ചയിച്ച് പറയാൻ തുടങ്ങിയപ്പം അത് എനിക്ക് ഇനി പറയുമ്പോഴും 14-16 അധ്യായത്തിൽ ചെല്ലുമ്പോഴൊക്കെ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. തസ്മാ ശാസ്ത്രം പ്രമാണന്തേ കാര്യകാര്യ വ്യവസ്തു. ഈ ശാസ്ത്രമാണ് അർജുന പ്രമാണം. നീ ആ ശാസ്ത്രത്തെ അനുസരിക്കണം, അനുകരിക്കരുത്. നമുക്ക് ഏറ്റവും വലിയ കുഴപ്പം പല കാര്യങ്ങളും നമ്മൾ അനുകരിക്കാൻ ശാസ്ത്രം ശരിക്കും പഠിച്ചാൽ പിന്നെ അനുകരിക്കാൻ തോന്നില്ല, അനുസരിക്കാനും സാധിക്കും. അപ്പോൾ ഇവിടെ ശാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടുത്തെ വരാഹമൂർത്തി ക്ഷേത്രം 1000 പേരുടെ ബ്രാഹ്മണ സഭയൊക്കെ ഭരിച്ചിരുന്നതാണ്. അവിടെ ഒരു ശാസന വ്യവസ്ഥയുണ്ടായിരുന്നു. വരാഹ ശാസനം എന്ന് പറഞ്ഞിട്ട് ഒരു ശാസനം ഉണ്ടായിരുന്നു. ഈ ശാസനം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഗീതാശാസനം. യജ്ഞമൂർത്തിയായിട്ടുള്ള വരാഹമൂർത്തി ഇവിടെ പരശുരാമൻ മുഖേന നടപ്പാക്കിയ ശാസനം വരാഹശാസനമാണ്. അതിനെന്താ തെളിവെന്ന് ചോദിച്ചാലോ, ഈ ഗീതാ മഹാത്മ്യം എവിടുന്ന് അടുത്തെ? വരാഹ പുരാണത്തിൽ നിന്നാണ്. അത് കൃത്യമായിട്ട് താല്പര്യത്തോടു കൂടി ധ്യാനിക്കുന്നവർക്ക് കേൾക്കെങ്കിലും ചെയ്താൽ അവർക്ക് ശ്രേയസ് ഉണ്ടാകുമെന്ന് ഭഗവാൻ പറയുന്നത്. വിഷ്ണു തന്നെ പറഞ്ഞു, ഭൂമിദേവിയുടെ അസങ്കടം മടിയിലിട്ടേക്കണം. ഭൂമിദേവിയും വിഷ്ണു ഭഗവാനുമായിട്ടുള്ള സംവാദ ഈ വരാഹശാസനം മഹാത്മ്യം.
എന്നിട്ട് ഇപ്പൊ ശാസന വ്യവസ്ഥ എവിടെ എഴുതി വെച്ചേക്കണമെന്ന് അന്വേഷിച്ച് നടക്കാം എവിടെയുള്ള ബ്രാഹ്മണർ. കിട്ടുമോ? ഇവിടെ വന്നിരുന്ന 1 വർഷം മുഴുവൻ ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട്, കേൾക്കണ്ടായിരുന്നെങ്കിൽ. ആ ശാസന വ്യവസ്ഥ തെറ്റിച്ചതാണ് ഇതൊക്കെ ഈ ക്ഷേത്രവും ഈ ബ്രഹ്മസമ്മതവും ഒക്കെ നശിക്കാൻ കാരണം. ഞാൻ ഈ ശാസന വ്യവസ്ഥ അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊന്നും ഇല്ലാതിരുന്നതൊക്കെ ഉണ്ടായല്ലോ. ഇതിൽ കൂടുതൽ എന്താ തെളിവ് കൊടുക്കുക? ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. 90%. 5 സെന്റ് സ്ഥലം ഇല്ലാതെ ഞാൻ കൊളപ്പള്ളി വന്നത്. എനിക്ക് ഇന്ന് എൻ്റെ കുടുംബത്തിൽ 3 വീടുകളുണ്ട്. എവിടുന്നുണ്ടായേ? എല്ലാം നഷ്ടപ്പെട്ടു വന്നതാ. ശാസനം, വാരാഗശാസനം എന്ന് പറഞ്ഞാൽ എന്താ? ഗീതാശാസനമാണെന്ന് മനസ്സിലാക്കി ആ ശാസനം അനുഭവിക്കാൻ ഇത്രയധികം കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ച ഈ ജന്മത്തിലെ ശേഷം അതുകൊണ്ടൊന്നുമല്ല. പൂർവ്വജന്മത്തിലെ ഭഗവാൻ പഠിപ്പിച്ചിട്ടുള്ള ഗീതാശാസ്ത്രം അതനുസരിച്ച് അതിൽ നിന്ന് വിട്ടുപോയപ്പോഴാണ് സകലം നശിച്ച് വ്യതിചലിക്കാനൊക്കെ ഇടവന്നത്. ഇപ്പൊ തിരിച്ചതിലേക്ക് വന്നു. 42 വയസ്സിന് ശേഷം ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടെങ്കിൽ എന്തുദ്ദേശിച്ചാലും, ഇവിടെ താമസിച്ചാലും എവിടെ താമസിച്ചാലും 22 വർഷമായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം ആർക്ക് വേണ്ടിയിട്ട് ഞാൻ നിശ്ചയിച്ചാലും അതൊക്കെ സാധിപ്പിച്ചു തരുന്നത് ഈ ശാസന വ്യവസ്ഥിതിയാണ്. ഭഗവാൻ തന്നെ പറഞ്ഞല്ലോ, അനന്യാ ചിന്തയന്തോ മാം യേ ജനാ പരിഭാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യഹം. യോഗം എന്ന് പറഞ്ഞാൽ അപ്രാപ്യസ പ്രാപ്യത ഏത് യോഗം. സാധിക്കാത്ത കാര്യങ്ങൾ സാധിക്കും, അതാണ് യോഗം. അത് എത്ര പറഞ്ഞാലും ഉപദേശം കൊടുത്താലൊന്നും കാര്യമില്ല. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ചെയ്ത് കാണിച്ചു കൊടുക്കണം. എന്നാലും പഠിക്കണ്ടേ? ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ അത് കണ്ട് അനുകരിക്കാനെങ്കിലും ആള് വേണ്ടേ? ഭഗവാൻ തന്നെ പറഞ്ഞത് എന്താ? ഏമേ മതമിതം നിത്യം അനുതിഷ്ഠന്തി മാനവ. എൻ്റെ ഈ അഭിപ്രായത്തെ ആരനുസരിക്കുന്നോ അവന് ശ്രേയസ്, ആരനുസരിക്കുന്നില്ലോ അവൻ ഇഹത്തിലും പരത്തിലും എൻ്റെ ദൃഷ്ടിയിൽ അവൻ നശിച്ചു പോയിരിക്കുന്നു എന്നാ ഭഗവാൻ പറയും. കൃത്യമായിട്ട് ഇത്രയധികം ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞിട്ട് അത് മനസ്സിലാക്കണ്ടേ? എന്ത് കാര്യത്തിനും പിന്നെയും എൻ്റെയും നിന്റെയും അല്ലേ? കുറ്റിയടിച്ച് വെച്ചേക്ക്, അവിടുന്ന് വിടണ്ടേ? ഇന്നലെ നാരായണീയം വായിച്ചവരോട് ഞാൻ പറഞ്ഞു, എൻ്റെയും നിന്റെയും പിടുത്തം പെടണേ നാമസങ്കീർത്തനം മേശ സർപ്പായി. ഈ കുറ്റി ഇളക്കണം, വേറെ ഒരു പണിയില്ല. നിങ്ങൾ എന്ത് അമ്പലത്തിന്റെ പിന്നാലെ, ഇന്ന് അമ്പലത്തിലൊന്നും സമാധാനം ഇല്ല. ഗുരുവായൂർ പോയാലും നിങ്ങളെ സ്വാതന്ത്ര്യമായിട്ട് പ്രദക്ഷിണം വയ്ക്കാൻ സമ്മതിക്കില്ല. അഹൈന പ്രദക്ഷിണം നടത്തുന്നവർ അത് നിരോധിച്ചിരിക്കുന്നു പറഞ്ഞു. അവിടെ ചെന്നാൽ നിങ്ങൾ 4 അമ്പലത്തിലും വിടുക, അവിടെ വേലി കെട്ടിയിട്ട് നേരെ അകത്ത് കയറ്റി വിടുക എന്ന് പറഞ്ഞിട്ട് പ്രദക്ഷിണം വയ്ക്കാനും സമ്മതിക്കില്ല. പിന്നെ എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കി വെക്കണം? എന്നിട്ട് 1 കോടി രൂപ ഭണ്ണാരം മുഴുവൻ കത്തിപ്പോയി ഇന്നലെ. എന്തിനാ ഈ കള്ളന്മാരെ? ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കിതിൽ യാതൊരു ബന്ധമില്ല. കുറെ കള്ളന്മാർ കൊണ്ടുവന്നിടും, കുറെ കള്ളന്മാരെടുത്തോണ്ട് പോകും. എനിക്കിതിൽ യാതൊരു ബന്ധവുമില്ല. അപ്പം നമ്മുടെ സ്വഭാവമാണ് ഇതിനൊക്കെ പ്രശ്നം. സുഖം ദുഃഖവും ഈശ്വരൻ പ്രൊഡക്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ളത് സംഭവിക്കാൻ സുഖം, ഇഷ്ടമുള്ളത് കിട്ടിയാൽ സുഖം അല്ലേ? ഇഷ്ടമില്ലാത്തത് അവർ വാക്ക് പറഞ്ഞാൽ നമുക്ക് ദുഃഖം. കൂടെയുള്ളവർ പറഞ്ഞാൽ മതിയല്ലോ. ഇഷ്ടമുള്ളത് കിട്ടിയിട്ട് നഷ്ടപ്പെട്ട ദുഃഖം. ഇത് നമ്മുടെ അനുഭവമാണ്, നമ്മുടെ ഫീലിംഗ് ആണ്, അല്ലാതെ ഈശ്വരന്റെ പ്രൊഡക്ഷൻ അല്ല. അപ്പൊ സ്വഭാവമാണ് പ്രശ്നം. അതിനാണ് പറഞ്ഞേ മാത്രാസ്പശാസുഖവും ശീതോഷ്ണ സുഖ ദുഃഖത. ഈ സുഖവും ദുഃഖവും ലാഭവും നഷ്ടവും ജയം പരാജയവും ജനനവും മരണവും ഒക്കെ പ്രകൃതിയുടെ സ്വഭാവ. ഇവിടെ സമത്വം പാലിച്ചു പഠിക്കൂ, ഇതൊക്കെ സഹിക്കാൻ പഠിക്കൂ. അപ്പൊ സമചിത്തത വരും. സമചിത്തത വന്നാലേ ശ്രേയസ് ഉണ്ടാകും. അപ്പൊ എന്റെയും നിന്റെയും പിടുത്തം വിടും. ഈ എന്റെയും നിന്റെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദുഃഖത്തിന് കാരണം. അപ്പൊ നമ്മുടെ സ്വഭാവം, ഇപ്പോഴത്തെ സ്വഭാവം എന്താ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഗുണദോഷങ്ങൾ തിരിച്ചറിയാനുള്ള മനുഷ്യന് വിശേഷ ജന്മമാണ്, ദിവ്യമായ ജന്മമാണ് മനുഷ്യ ശരീരം കിട്ടിയിരിക്കുന്നത്. 84 ലക്ഷം തരം ജീവജാലങ്ങളായിട്ട് ജനിച്ച് ആസുരീ സമ്പത്തും ദൈവിക സമ്പത്തും 50-50% ആയി നിൽക്കുന്ന ഒരാത്മാവിനാണ്, അതൊരു ക്വാളിഫിക്കേഷനാണ് മനുഷ്യ ശരീരം കിട്ടുക എന്നുള്ളത്. ഒരു മനുഷ്യനായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ സ്ത്രീയോ പുരുഷനോ ഒന്നും പ്രശ്നമല്ല, പ്രത്യേകിച്ചും കലിയുഗത്തില്. കാരണം ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ സ്വഭാവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ 4 കാറ്റഗറി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും അവരുടെ ധർമ്മം പാലിക്കുന്നില്ല. ഒരു ബ്രാഹ്മണനും പാലിക്കുന്നില്ല, ക്ഷത്രിയനും പാലിക്കുന്നില്ല, വൈശ്യനും പാലിക്കുന്നില്ല, ശൂദ്രനും പാലിക്കുന്നില്ല. അപ്പൊ എന്താ? ജാതി മതം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
തമ്മിൽ തല്ലുന്നതും വെടിവെച്ച് കൊല്ലുന്നതും ഒക്കെ മതം പറഞ്ഞിട്ടാണ്. അപ്പൊ ഇതിലൊക്കെ ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യൻ എന്നൊരൊറ്റ ജാതിയുണ്ട്. അതുകൊണ്ട് ആ മനുഷ്യ ശരീരം കിട്ടിയിട്ടുള്ളവർക്ക് അതിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ് ഗുണദോഷങ്ങളെ. ദൈവീയ സമ്പത്തും കിട്ടിയിട്ടുണ്ട്, ആസുരി സമ്പത്തും കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഗുണവും ദോഷവും തിരിച്ചറിയാം. ഗുണത്തെ ആശ്രയിച്ച് ജീവിച്ചാൽ അതൊക്കെ എന്തൊക്കെ ഗുണങ്ങൾ നമ്മളിലൂടെ പ്രകടമാകുന്നുണ്ടോ, ഈ പ്രകൃതിയിലുണ്ടോ, ആ ഗുണങ്ങളൊക്കെ ദൈവീയ സമ്പത്താണ്. അതിന് വിരുദ്ധമായിട്ടുള്ള മുഴുവൻ ആസുരി സമ്പത്താണ്. അപ്പം നമ്മൾ ജനിച്ചു വരുമ്പം നമുക്ക് ദൈവീയ സമ്പത്തിനെ ആണ് ബലം കൂടുതലെങ്കിൽ നമ്മൾ ഈശ്വരൻ്റെ ഭക്തനായിട്ട് മാറും. ജനിക്കുമ്പോൾ തൊട്ട് ആ കുട്ടി ഈശ്വരൻ്റെ ഭക്തനായിട്ടായിരിക്കും ജനിക്കുന്നത് തന്നെ. അത് നമ്മുടെ സ്വഭാവമായിരിക്കും. പിന്നെ ആസുരി സമ്പത്താണ് നമ്മുടെ വാസനാബലം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭൗതിക വസ്തുക്കളുടെയും സുഖഭോഗങ്ങളുടെയും പിന്നാലെ പോകുന്ന സ്വഭാവമായിരിക്കും. അപ്പം ഭക്തി തുടങ്ങണമെങ്കിൽ തന്നെ ദൈവീയ സമ്പത്തിൻ്റെ പോഷിപ്പുണ്ടാകുന്ന സമയത്തെ ഭക്തി ഉണ്ടാവും. ഭക്തി ഉണ്ടായാൽ തന്നെ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ആസുരി സമ്പത്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് ആയിരിക്കും ഈശ്വരനെ ഭജിക്കുക. എന്ന് പറഞ്ഞാൽ നമുക്ക് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഈശ്വരനെ ആശ്രയിക്കുക. ഒന്ന് ചിന്തിച്ചാൽ അറിയും അല്ലേ? ഭഗവാൻ ഓഫർ കൊടുത്തിട്ട് പോലും നമ്മുടെ കാര്യം നടക്കണം എന്നാ പറയും. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നാൽ ഇന്ന വഴിപാട് കഴിക്കാം എന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ ഓഫർ കൊടുക്കല അല്ലേ? കാര്യം നടന്നാൽ ചിലപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല, മറന്നു പോകും അല്ലേ? വഴിപാട് നേർന്നും കൂടെ മറന്നു പോകും. ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇതൊക്കെ നമ്മുടെ സ്വഭാവം കൊണ്ട് മതിപ്പിക്കുന്നതാ. ഒരു കാര്യം മനസ്സിലാക്കുള്ളൂ, ഭഗവാൻ എന്ന് പറയുന്നത്, ഭഗവാന്റെ കയ്യിൽ 6 ശക്തികളുണ്ട്, 64 കലകളുമുണ്ട്. നമ്മൾ എത്ര ഭജിച്ചാലും എത്ര ശ്രേഷ്ഠനായ ഭക്തനായാലും ഈ ഭഗവാന്റെ ശക്തി 6 ശക്തി ആർക്കും ഒന്നിച്ചു കൊടുക്കില്ല. 64 കലകളും ഒരാളിൽ പ്രകടമാകില്ല. പൂർണ്ണനായിട്ട് ശ്രീകൃഷ്ണൻ മാത്രമേ ഉള്ളൂ. ആ തുല്യനായിട്ട് കൂടെ നിന്നവർക്ക് ആർക്കും കിട്ടിയിട്ടില്ല അല്ലേ? ഒപ്പം ജീവിച്ചവർക്ക് പോലും കിട്ടില്ല. എന്നാൽ ഓരോന്നും കൊടുക്കും. അപ്പൊ ആ ഓരോ ഗുണങ്ങളെ നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഗുണവും ദോഷവും ഉണ്ടെന്നർത്ഥം. ആ ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. അത് വേണ്ടവണ്ണം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകും. അത് ഉപയോഗിക്കാൻ സാധിക്കണമെങ്കിലോ നിങ്ങൾ ദൈവീയ സമ്പത്തിനെ ആശ്രയിച്ചുകൊണ്ട് ആസുരി സമ്പത്തിനെ ഉപയോഗിച്ചോളൂ. നമ്മൾ നേരെ തിരിച്ചാ മനുഷ്യൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. ഏത് ജാതി മതത്തിൽപ്പെട്ടവരാണെങ്കിലും ആസുരി സമ്പത്ത് നശിക്കുന്ന ശരീരത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഈശ്വരനെ ആശ്രയിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും പരിണത ഫലം? എത്ര നടന്നാലും സമാധാനം എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ കാരണം അതുകൊണ്ടാണ്. അപ്പം ദൈവീയ സമ്പത്ത് കർമ്മയോഗത്തിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, ദൈവാൻ ഭാവയതാനേന ദേവ ഭാവയന്തുവാക. അതായത് ദൈവീയ സമ്പത്തിനെ പോഷിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നർത്ഥം. അത് പോഷിപ്പിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടഭോഗങ്ങൾ കിട്ടും. ഇഷ്ടഭോഗങ്ങൾ അനുഭവിച്ചുള്ളൂ, ഇതൊന്നും അനുഭവിക്കേണ്ടെന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് എൻ്റെ എന്ന് പറഞ്ഞ് എടുത്തു വെക്കരുതെന്ന് പറഞ്ഞു. എൻ്റെ എന്ന് എടുത്തു വെച്ചാൽ അവരൊക്കെ എൻ്റെ മുമ്പിൽ കള്ളന്മാരാന്ന്. ഈ ശരീരം വരെ നമ്മൾ എൻ്റെയാന്ന് പറയും. നമ്മൾ ശരീരത്തിൻ്റെ കേവലം സൂക്ഷിപ്പുകാരാ. നമുക്ക് ഗിഫ്റ്റായിട്ട് ഭഗവാൻ നൽകിയിരിക്കുന്നതാ. അപ്പൊ അതിനെ വേണ്ടവണ്ണം കാത്ത് സംരക്ഷിക്കാനുള്ള അധികാരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ശരീരം ഉള്ളിടത്തോളം കാലം ശരീരം വെച്ചുകൊണ്ടേ നമുക്ക് നല്ലതും ചീത്തയൊക്കെ ചെയ്യാൻ പറ്റും അല്ലെ? ഒരു നിരീശ്വരവാദി ജീവിക്കണം, യുക്തിവാദി ജീവിക്കണം, ഈ ശരീരമാണ് മാധ്യമം. അപ്പൊ ആ ശരീരം ഉപയോഗിച്ചുകൊണ്ട് ദൈവീയ സമ്പത്തിനെ പോഷിപ്പിച്ചുകൊണ്ട് ശരീരത്തെ പോലും നിലനിർത്തണമെങ്കിൽ ആ ഈശ്വരനെ ആശ്രയിക്കാൻ നടക്കരുത്. നമ്മൾ നേരെ തിരിച്ചാണ്. കൂടുതൽ ആൾക്കാരും 99% ആസുരി സമ്പത്ത്, ഇന്ദ്രിയ ഭോഗസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ആണ് ഈശ്വരനെ കാണാൻ വരുന്നതും ഈശ്വരനെ ആശ്രയിക്കേണ്ടത്. അപ്പം ഇതിനൊക്കെ കാരണം എന്താ? നമ്മുടെ ഇപ്പോഴത്തെ സ്വഭാവം. അതെവിടുന്ന കിട്ടിയത്? പൂർവജന്മാർജിതം. അപ്പൊ അതുകൊണ്ടാണ് ഗുരുവായൂരപ്പനെ തൊഴാൻ നിൽക്കുമ്പോൾ ഭഗവാൻ കാവൽക്കാരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കും, തൊഴുതു മാറൂ, എന്നെ കണ്ട് തൊഴുത് നീ നിന്റെ സ്വഭാവം ഒന്ന് മാറ്റാനാ പറയണത്. ജന്മം ചെയ്ത ആ സ്വഭാവം മാറ്റില്ല. പിന്നെ ഇതേ സ്വഭാവം കൊണ്ടാ പോവുക അല്ലേ? അപ്പൊ ആ സ്വഭാവ ശുദ്ധീകരണം നടന്നാൽ മാത്രമേ ശ്രേയസ് ലഭിക്കൂ.
അതിന് ശാസ്ത്രം പഠിക്കണം, ആ ശാസ്ത്രത്തെ അനുസരിക്കണം. അതാണ് ഈ ഒരൊറ്റ ശ്ലോകത്തിൽ തന്നെ അർജുനൻ തന്നെ ഭഗവാന്റെ മുമ്പിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ജന്മത്തിൽ കിട്ടിയിരിക്കുന്ന സ്വഭാവം പൂർവ്വജന്മാർജിതമാണ്. ഈ സ്വഭാവത്തിന്റെ സ്ഥിതി എന്ന് നമ്മൾ അർജുനെ പോലെ ഒന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കണം. നമുക്ക് എല്ലാ കാര്യത്തിലും ഗുണദോഷങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും, ധർമാധർമ്മങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഭഗവാന്റെ അടുത്ത് ശരണം പ്രാപിക്കുക. എനിക്ക് ശ്രേയോ മാർഗം കാണിച്ചു തരും. ഇതാണ് യഥാർത്ഥത്തിൽ സറണ്ടറിങ്. പിന്നെ ക്ഷിപ്രം ഭവതി. അങ്ങനെ ഒരു സറണ്ടറിങ് ജീവിതകാലം മുഴുവൻ നല്ല ദുരാചാരിയായിട്ട് നടന്നാലും വേണ്ടില്ല, അവസാനം ഈ ഒരു ഭാവം കൈവരുത്തിയിട്ട് ഭഗവാനെ ശരണം പ്രാപിച്ചാൽ പിന്നെ ഭഗവാൻ എന്താ ചെയ്യുക? ക്ഷിപ്രം ഭവതി ധർമാത്മാ ശാശ്വത ശാന്തി നികച്ചതി. അങ്ങനെയുള്ളവനെ പോലും ജീവിതകാലം മുഴുവൻ ഒരിക്കലും ഈശ്വരനെ ഭജിക്കാതെ നികൃഷ്ണനായിട്ട് സുദുരാചാരി എന്ന് പറഞ്ഞ നല്ല ദുരാചാരി. ഈ ദുരാചാര്യന് നല്ല ദുരാചാരിയുണ്ട്. ഉണ്ട്. അങ്ങനെയുള്ള ദുരാചാരി ആയിരുന്നാലും വേണ്ടില്ല, സറണ്ടർ ചെയ്താൽ അവരെ ക്ഷിപ്രം പതി കൈപിടിച്ച് ഉയർത്തുന്ന പറഞ്ഞത്. അപ്പൊ സ്വഭാവം മാറ്റണമെങ്കിൽ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കണം എന്നർത്ഥം. അതാണ് ഭഗവാൻ ഇതിൽ നിന്ന് പറയുന്നത്. എന്നിട്ട് പ്രേയസ് വേണ്ടാന്നും കൂടെ ഭഗവാനോട് ഒന്നോടെ ഓർപ്പിക്കുന്നതാണ് അടുത്ത ശ്ലോകം. ഇത് രണ്ടും കൂടെ കണക്റ്റഡ്. നഹി പ്രപശ്യാമി അപാന ഉദ്യാഗ യച്ചോകം ഉച്ഛേഷണ ഇന്ദ്രിയാണാം അവാപ്യ ഭൂമാൻ സപ്തസർമ്മത്തം രാജ്യം. എനിക്കിനി ഇന്ദ്ര പദവി തന്നെ തരാമെന്ന് പറഞ്ഞാലും ഞാൻ ഈ യുദ്ധം ചെയ്യാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. ഇതാണ് ദൃഢനിശ്ചയം. എന്നിട്ട് ആയുധം ത്യജിച്ചിട്ട് ശ്രേയസ്സിന് വേണ്ടിയിട്ട് ഭഗവാന്റെ അടുത്ത് ശരണം പ്രാപിച്ചിരിക്കുക. ഇനി ചിലപ്പം ഭഗവാനും നമ്മളെ പറ്റിക്കും. അതായത് എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി, കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നിനക്ക് തരാം, നീ ഇത് ചെയ്തിട്ട് വന്നാൽ നിനക്ക്, നമ്മുടെ സ്വഭാവം ഉണ്ടല്ലോ, ചിലപ്പം കുട്ടികൾ വരെ പഠിക്കാൻ പറ്റിയിട്ട് പറയും, നീ നല്ല മാർക്ക് മേടിച്ചുകൊണ്ട് വന്നാൽ എന്നത് വാങ്ങിത്തരാന്നൊക്കെ പറയും അല്ലേ? അതേ സ്വഭാവം ഭഗവാൻ കാണിച്ചെങ്കിലോ എന്ന് വിശേഷ ബുദ്ധി അർജുനും ഉണ്ട്. അതുകൊണ്ട് ഇനി അങ്ങ് എനിക്ക് ഇന്ദ്ര പദവിയൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ, ഭൗതിക നേട്ടങ്ങൾ കൊണ്ടൊന്നും എന്നെ ഇത് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കല്ല. ഞാൻ അതായത് സകല പരിമിതികളിൽ നിന്ന് മുക്തി നേടാനുള്ള മാർഗമാണ് അർജുനൻ ഈ ചോദ്യത്തിലൂടെ ഉന്നയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈശ്വരനെ സമീപിക്കുന്ന ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും സമീപിക്കരുത്. അത് നമ്മളെ വീണ്ടും വീണ്ടും ദുഃഖിപ്പിക്കും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നതിനർത്ഥം. അതാണ് പൊതുവേ എല്ലാവരുടെയും സ്വഭാവം. എന്താ? ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഈശ്വരൻ പൂജ നടത്തുന്നത് പോലെ. അത് കുറച്ച് വഴി പാടാം, മനസ്സിലായില്ലേ? ഇങ്ങോട്ടുള്ള വഴി കുറച്ച് പാടാം. കലിയുഗം കൂടെ ആയതുകൊണ്ട് ആരുടെ ശുപാർശ ഭഗവാൻ സ്വീകരിക്കില്ല, മനസ്സിലായില്ലേ? നേരിട്ട് ചെയ്താലാണ് ക്ലിക്കാവുള്ളൂ. ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയാണ്. കാരണം ഈ മീഡിയേറ്റേഴ്സ് ഒന്നും ശരിയല്ല, മനസ്സിലായില്ലേ? ഭഗവാന്റെ കാവൽക്കാരുടെ കൂട്ടാ, മനസ്സിലായില്ലേ? ലക്ഷ്മി ദേവി പോലും ഒരിക്കൽ ചെന്നപ്പോൾ ഈ ജയവിജയന്മാർ തടഞ്ഞതാ. എന്നിട്ട് ഭഗവാന്റെ അടുത്ത് എന്ന് ലക്ഷ്മി ദേവി പറഞ്ഞു, നിങ്ങളുടെ കാവൽക്കാർ അത്ര ശരിയല്ലെന്നാട്ടോ. ഒന്ന് തടഞ്ഞെങ്കിലും കയറ്റി വിട്ടു, ഞാൻ ഭഗവാന്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞപ്പം കയറ്റി വിട്ടു. പക്ഷേ അവരുടെ അത്ര ശരിയൊന്നുമില്ല. ഇതുപോലെ അവരെന്തെങ്കിലും ഇനിയും പ്രശ്നം ഉണ്ടാക്കും, ഈ അഹങ്കാരം ഇവരുടെ കയ്യിലിരുന്നാന്ന് പറഞ്ഞു. അത് കുറച്ചുകൂടെ അവർ വളരട്ടെ, ഒരു ചാൻസും കൂടെ കൊടുക്കാം അവർക്ക്. എങ്ങനെ ഭഗവാൻ അന്ന് വിട്ടതാ. എന്നിട്ടാണ് ഈ സനൽകുമാരി ചെന്ന് കഴിഞ്ഞപ്പോൾ അതും കൂടെ ചേർത്താ പണിഷ്മെന്റ് കൊടുക്കും, പഴയതും കൂടെ ചേർത്തിട്ട്. എന്ന് പറഞ്ഞ പോലെ ഈ നമ്മൾ ഈ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, നമ്മൾ ഈ ഭക്തിയിലേക്ക് പോയിട്ട് തന്നെ നമുക്ക് എന്തെങ്കിലും അച്ചീവ്മെന്റ് ഉണ്ടായാൽ നമ്മുടെ കേമത്തോണ്ടാ കിട്ടിയെന്ന് വിചാരിക്കുക. പിന്നെ അതിൽ അഹങ്കാരം, ബലം, ദർപ്പം, മതം, ഈ സ്വഭാവമൊക്കെ, അവിദ്യാദി ദോഷങ്ങളൊക്കെ വന്ന് ഭവിക്കും. അപ്പോൾ വീണ്ടും എന്തെങ്കിലും ഗുരുത്തക്കേട് കാണും. അപ്പോൾ സ്വഭാവം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാനെ ഭജിക്കാൻ പോയതെങ്കിലും ഈ ഭൗതിക നേട്ടങ്ങൾ എന്തെങ്കിലും കിട്ടിക്കഴിയുമ്പം പിന്നെ അതിൽ സ്വഭാവം പിന്നെയും പഴയ സ്വഭാവത്തിലേക്ക് പോകും. കാരണം ഇത് ജന്മവാസ മനുഷ്യൻ്റെ സ്വഭാവത്തിലുള്ളതാ ഈ അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം, പരിഗ്രഹം എന്ന് പറയുന്നതൊക്കെ. അപ്പം അതിനെ ജയിക്കണമെങ്കിൽ പൂർണ്ണമായിട്ട് ഭഗവാനെ ശരണം പ്രാപിച്ചുകൊണ്ട് വേണം. എന്ത് കിട്ടിയാലും അതൊന്നും ഭഗവാൻ തന്നതായിട്ടും അത് ഭഗവാന്റെ പ്രസാദമായി കരുതിക്കൊണ്ട് വേണം ഉപയോഗിക്കാൻ എന്നർത്ഥം. അവിടെ ഒന്നും അഹങ്കരിക്കാൻ ഇടവരുത്. നമുക്ക് ഭഗവാൻ നിമിത്തമായിട്ട് നമുക്ക് നമ്മളെ പ്രസാദിപ്പിക്കുന്നത്. ഭഗവാന് സന്തോഷം തോന്നിയാകുമ്പോഴേ നമുക്ക് ഇഷ്ടഭോഗങ്ങളൊക്കെ തല്ലും.
ആ കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മുടെ സ്വഭാവം പിന്നെയും പഴയ സ്വഭാവത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് സ്വഭാവ ശുദ്ധീകരണമാണ് പ്രധാനമായിട്ട് ഈ ഒരൊറ്റ ശ്ലോകം കൊണ്ട് അർജുനൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് മാത്രം നിശ്ചയിച്ച് പറഞ്ഞു തരാം. ഇത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അർജുനൻ. അപ്പം കാരണം നല്ലോണം ആ ശാന്തി വിടാതെയാണ് പറയുന്നത്. അതാണ് പ്രശ്നം. അതാണ് ഡെഡിക്കേഷൻ. നമുക്ക് യഥാർത്ഥ ഭക്തി ഉണ്ടാകണമെങ്കിൽ ഈ ഒരു ഡെഡിക്കേഷൻ ഉണ്ടാകണം. അതാണ് അചഞ്ചല ഭക്തി എന്ന് പറയുന്നത്. അതാണ് ഇതിൽ കാണിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം പിന്നെ നമ്മൾ 15-ാമത്തെ ശ്ലോകം തന്നെ ഇതിനെയൊക്കെ സുഖം, ദുഃഖം, ലാഭം, നഷ്ടം, ജയം, പരാജയം, ആദ്യം ഇതിനെയൊക്കെ സഹിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കണം. നമുക്ക് ശ്രേയസിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കുള്ളതിൽ തൃപ്തിയോടുകൂടി ജീവിക്കാൻ പഠിക്കണം എന്നർത്ഥം. എന്തുണ്ടെങ്കിലും മുകളിലേക്ക് നോക്കരുത്. ഞാൻ പറയുന്നത് എപ്പോഴും ഈസി ആയിട്ട് നമുക്ക് ഇത് ഓവർകം ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെക്കാളും മുകളിലുള്ളവരെങ്ങനെ കഴിയുന്നു ശ്രദ്ധിക്കുക. നമ്മളെക്കാളും താഴെ കഴിയുന്ന, ഒരു നേരം ഭക്ഷണം ഇല്ലാതെ ഏതൊക്കെ തരത്തിൽ രോഗങ്ങളെ കൊണ്ടും കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരെ പറ്റി ഒന്ന് കാണും. അപ്പോൾ നമ്മൾ സ്വർഗത്തിലാണെന്ന് മനസ്സിലാവും. മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷനും കിട്ടില്ല. അതേസമയം നമ്മളെക്കാളും താഴെയുള്ളവരെ ശ്രദ്ധിച്ചാലോ, നമ്മളിപ്പോൾ സ്വർഗത്തിലാണെന്ന് മനസ്സിലാവും. ഇതൊക്കെ ഈ ബോധം എങ്ങനെ ഉണ്ടായിരുന്നു? കയ്യും കാലും ഇല്ലാതെ, ഇല്ലെങ്കിൽ കണ്ണില്ലാത്ത, ചെവിയില്ലാത്തവർ, ഇവർക്ക് പോയിട്ട് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴാണ് നമുക്കിതെല്ലാം ഉണ്ടായിട്ട് നമ്മളിതുവരെ എന്താ ചെയ്തതെന്നാണ് ഞാൻ ആലോചിക്കാറ്. കണ്ണില്ലാത്തവർ, കൈയില്ലാത്തവർ, കാലില്ലാത്തവർ, ചെവി കേൾക്കാത്തവർ, ഇവരൊക്കെ ചെയ്യുന്ന പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ ഇവർക്കതൊന്നും ഇല്ലാതെ ചെയ്യുന്നതിൻ്റെ ഒരു അംശം പോലും, നമുക്കിതെല്ലാം ഉണ്ടായിട്ട് പോലും നമ്മൾ ചെയ്യുന്നില്ല എന്ന് കാണുമ്പോഴാണ് നമ്മൾ സ്വർഗത്തിലാന്ന് മനസ്സിലാവും. എങ്ങനെയും എനിക്കിതും അറിയാം, എങ്ങനെ കണ്ണില്ലാതെ ജനിക്കണം, എങ്ങനെ കാലില്ലാതെ ജനിക്കാൻ. ഇതൊക്കെ പൂർവ്വജന്മ കർമ്മബന്ധനങ്ങളാണ്. നമുക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന ശക്തികളെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. വേണ്ടവണ്ണം യൂട്ടിലൈസ് ചെയ്യാതിരുന്നാൽ അടുത്ത ജന്മത്തിൽ നിനക്ക് പിന്നെ എന്തിനാ ഇതെന്ന് ചോദിക്കും ഭഗവാൻ. നമുക്ക് കിട്ടിയിട്ടുള്ള ശക്തികളെ ഒക്കെ വേണ്ടവണ്ണം ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്സുണ്ട്, വാക്കുകൊണ്ട് ചെയ്യേണ്ട തപസ്സുണ്ട്, മനസ്സുകൊണ്ട് ചെയ്യേണ്ട തപസ്സുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യാതിരുന്നാൽ പിന്നെ എന്തിനിതൊക്കെ തന്നു നിനക്ക്? എന്താണ് നീ ഉപയോഗിക്കാത്തത്? അതിന് നിനക്ക് വേണ്ട. അപ്പോഴേ പഠിക്കുള്ളൂ. ഈ കാലുള്ളപ്പോൾ കാലിന്റെ വില അറിയോ? 10-80 കിലോ ഏറ്റിക്കൊണ്ട് നടക്കുക ഈ കാലേ. അതിന്റെ ബുദ്ധിമുട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ ശരീരമാണെന്ന് പറഞ്ഞു നടക്കും അല്ലേ? അവിടെ എൻ്റെ ശരീര, കാലിനെ സൃഷ്ടിച്ചത് ഇതേറ്റിക്കൊണ്ട് നടക്കാനല്ലേ. അമിത ഭാരം കൊടുക്കണതാരാ? ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഗഹനമായിട്ട് ചിന്തിച്ചാൽ ഒരുപാട് ഈ ജീവിതത്തിലുണ്ടാകുന്ന ഗതിവിഗതികളെ പറ്റി ഗഹനമായിട്ട് ചെയ്യുന്നത്. അതാണ് വിമർശയിത ശേഷണ യഥായിച്ഛസി തഥാ ഗുരു എന്ന് ഭഗവാൻ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞതിനപ്പുറമുണ്ട്, ഗഹനമാണ് വിഷയങ്ങൾ. നമ്മൾ ആ അനുഭവത്തിലൂടെ അതുകൊണ്ടാണ് ഈ അർജുനെ പോലെ അനുഭവജ്ഞാനം ഉണ്ടായാലേ നമ്മൾ പഠിക്കുകയുള്ളൂ. ഇപ്പം എത്ര ഉപദേശം കേട്ടാലും ഈ കാര്യങ്ങൾ അനുഭവത്തിലൂടെ പഠിച്ചാൽ മാത്രമേ നമുക്കത് ശാസനമായി തീരൂ. അതുകൊണ്ടാണ് ശാസ്ത്രത്തെ അനുസരിക്കണം എന്ന് പറഞ്ഞത്. നമുക്കിപ്പം ഒരാൾക്കൊരു വേദന വന്നു കഴിഞ്ഞാൽ ആ വേദന വന്ന ആൾക്കല്ലേ വേദന എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ പറ്റും. നോക്കി നിൽക്കുന്ന ആൾ എനിക്കിപ്പോൾ തലവേദന ഉണ്ടെന്ന് പറഞ്ഞാൽ നോക്കി നിൽക്കുന്ന ആൾക്ക് ഈ തലവേദനയുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ നോക്കി നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവും. അപ്പോൾ അനുഭവിച്ചറിയണം. അപ്പോൾ ഈശ്വരശക്തിയെയും നമ്മൾ അനുഭവിച്ചറിയണം എന്നാണ്. അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് പ്രകൃതിയുടെ സ്വഭാവം എന്തായാലും അതൊക്കെ സമചിത്തതയിലേക്ക് എത്തിക്കണം എന്നാണ് പറഞ്ഞത്. അത് സഹിക്കാൻ പഠിക്കണം എന്നാണ് പറഞ്ഞത്. അതാണ് ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ്. സുഖം, ദുഃഖം, ലാഭം, നഷ്ടം, ചൂട്, തണുപ്പ്, ഇത് പ്രകൃതി മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കും. മാറ്റങ്ങൾക്ക് വിധേയമാണ്. ജനനം മരണം ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ നമ്മൾ സമചിത്തതയോടെ സഹിക്കാൻ പഠിക്കണം. ആ സഹനശക്തി ഉണ്ടായാലാണ് പിന്നെ നമ്മുടെ സ്വഭാവ ശുദ്ധീകരണം സമാവസ്ഥയിലേക്ക് എത്തിയുള്ളൂ. പിന്നെ സുഖത്തെ സ്നേഹിക്കുന്നവർക്ക് ദുഃഖത്തെ കൂടെ സ്നേഹിക്കാൻ പഠിക്കണം എന്നർത്ഥം. ക്ലേശങ്ങളുണ്ടാകുമ്പോഴും ഭഗവാന്റെ അനുഗ്രഹം ആണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. അതിനാണ് ക്ലേശം. ക്ലേശോ അധികതരസ്തേഷാം അവ്യക്താസചേതസാം അവ്യക്താകി ഗതിർ ദുഃഖം ദേഹവിരവിരവ്യാപ്തി. ശരീരത്തിന് വരെ ചിലപ്പോൾ ക്ലേശം ഉണ്ടാകും.
അത് പ്രത്യേകിച്ച് ഈശ്വര ഉപാസന ചെയ്യുന്നവർക്ക് പല തരത്തിലായിരിക്കും ക്ലേശങ്ങളുണ്ടാവും. ആ ക്ലേശങ്ങളെയൊക്കെ ഓവർകം ചെയ്യാൻ പഠിക്കണം. എന്ത് ക്ലേശം സഹിച്ചാലും ഈ ശരീരത്തിൽ, അതാണ് ഭഗവാൻ പിന്നെ 15-ാമത്തെ അധ്യായത്തിൽ പറയുന്ന എം ഹീന ബതയന്തേതി. അതിന് മുമ്പും പറഞ്ഞല്ലോ, ഈ ശരീരത്തിൽ ജരാനത ബാധിക്കുമുണ്ടായ പോലെയല്ല നമ്മളൊക്കെ ഇരിക്കുന്നത്. അവസാനം മരണത്തിലേക്ക് ശരീരം ഉപേക്ഷിക്കേണ്ടിയും വരും എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ആ സത്യത്തെ നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ ഈ സുഖദുഃഖങ്ങളും ലാഭനഷ്ടങ്ങളും ജയപരാജയങ്ങളും സഹിക്കാൻ തയ്യാറാകണം. അപ്പോഴേ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കുള്ളൂ. സഹിക്കാൻ തയ്യാറായ എന്താ ഗുണം? ഹേ പരമശ്രേഷ്ഠനായിരിക്കുന്ന അർജുന, സുഖദുഃഖങ്ങളിൽ സമഭാവത്തോടു കൂടി വർത്തിക്കുന്ന ഏതൊരു ധീരനായ മനുഷ്യൻ, പുരുഷൻ, ഇന്ദ്രിയ വിഷയങ്ങൾ ദുഃഖിക്കുന്നില്ലയോ, അവൻ അമൃതത്വത്തെ അനുഭവിക്കും. ആത്മാവിൻ്റെ സ്വരൂപം എന്താ? ശാന്തി സ്വരൂപം. ആത്മാവിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ സുഖവും ദുഃഖവും ലാഭവും നഷ്ടവും അനുഭവിച്ച് അതിനെ ഓവർകം ചെയ്യുമ്പോഴേ ഈ ശാന്തി അനുഭവിക്കാൻ സാധിക്കും. നമ്മൾ സമുദ്ര തീരത്ത് പോയി കഴിഞ്ഞാൽ ഈ തീരത്തേ ഉള്ളൂ തീരമാലകൾ ഇങ്ങനെ അടിച്ച് ഒന്നിനു പുറകെ ഒന്നായിട്ട്. അത് ഉയർന്നു വരാൻ, ശക്തി കൂടിയത് വരാം, ശക്തി കുറഞ്ഞത് വരാം. ഈ തീരത്തേ ഉള്ളൂ ഈ പ്രശ്നം. സമുദ്രത്തിൻ്റെ അന്തർഭാഗത്തേക്ക് പോയാലോ ശാന്ത സുന്ദര. അതേപോലെയാണ് നമ്മുടെ മനസ്സ്. ഈ സുഖദുഃഖങ്ങളുള്ളപ്പം അതിങ്ങനെ തിരമാലകൾ പോലെ ചിന്തകളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനെ ഇഗ്നോർ ചെയ്താൽ മതി, തന്നെ പിന്നെ ശാന്താകാൻ തുടങ്ങും. അപ്പം അതുകൊണ്ട് നാ സതോ വിദ്യതേ ഭാവോ നാ ഭാവോ വിദ്യതേ സതക ഉഭയോരപി ദുഷ്ടോ അന്തകത്തനയൊത്ത് തത്വദർശവി. അസത ഭാവ ന വിദ്യതേ. അസത്തിന്, അതായത് ഇല്ലാത്തതിന് ഉണ്ട് എന്ന അവസ്ഥയില്ല. സത അഭാവ ന വിദ്യത, ഉള്ളതിന് ഇല്ലായ്മ എന്ന അവസ്ഥയുമില്ല. അനയോ ഉഭയോ അഭി, ഈ രണ്ടിനെയും നിർണയം അന്തതു പരമാർത്ഥ സ്ഥിതിയാകട്ടെ തത്വദർശി ദൃഷ്ട, തത്വദർശികളാൽ അറിയപ്പെട്ടിട്ടുണ്ട്. അസത്തിന്, ഇല്ലാത്തതിന് ഉണ്ടെന്നുള്ള അവസ്ഥയില്ല. ഇല്ലാത്തതിന് ഒരിക്കലും ഉണ്ടെന്നുള്ള അവസ്ഥയില്ല. സത്തിന്, ഉള്ളതിന് ഇല്ലായ്മ എന്ന അവസ്ഥയുമില്ല. സത്തിൻ്റെയും അസത്തിൻ്റെയും പരമാർത്ഥ സ്ഥിതി ആവട്ടെ തത്വദർശികളാൽ അറിയപ്പെടുന്നതാണ്. 3 കാലങ്ങളിലും മാറ്റമില്ലാതെ വർത്തിക്കുന്ന സത്ത് വസ്തു സത്ത്, അനിത്യവും മാറിക്കൊണ്ടിരിക്കുന്നതുമാണ് സത്ത്. ഇത് എങ്ങനെ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ എളുപ്പം എന്താ? അവനവൻ്റെ ശരീരത്തിലൂടെ തന്നെ മനസ്സിലാക്കുന്നു. നമ്മുടെ ജീവനാണ് സത്ത്. ഇത് എത്ര ശരീരം എടുത്തു വന്നു പോയാലും വേണ്ടില്ല, ആ സത്ത് സത്തായിട്ട് ഒരിക്കലും നശിക്കാതെ നിൽക്കും. അതാണ് ഈശ്വരൻ്റെ ശക്തി. എന്നാൽ ശരീരം ഇത് അസത്താ. ഇത് ഏത് സമയവും നശിക്കും, ശാശ്വതമല്ല. എന്നാൽ ഈ നശിക്കാതിരിക്കുന്ന വസ്തു നിലനിൽക്കുന്നത് ഈ നശിക്കുന്ന വസ്തുവിലാണ് താൻ. നമ്മൾ കണ്ണ് തുറന്നിരിക്കുമ്പോൾ നമ്മുടെ ശരീരം വ്യക്ത, കണ്ണടച്ചാൽ ശരീരം അപ്രത്യക്ഷമാവും, അല്ലേ? ഈ ശരീരത്തിൽ തന്നെ കണ്ണടച്ചിരിക്കുമ്പോഴും നിങ്ങളുടെ കണ്ണ മൂക്കോ തൊക്കെ ഒക്കെ ഒന്ന് തൊട്ട് കാണിക്കാൻ പറഞ്ഞാൽ കാണിക്കാൻ പറ്റില്ലേ? നിങ്ങൾക്ക് ബോധമില്ല. പ്രത്യക്ഷത്തിൽ നിങ്ങൾ ശരീരത്തെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയത് ആണ് പറഞ്ഞു കൊടുക്കുന്നത്. എൻ്റെ കണ്ണാണ്, എൻ്റെ മൂക്കാണ്, എൻ്റെത്. അതേസമയം കണ്ണ് തുറന്നിരുന്നാലും നിങ്ങളുടെ ജീവൻ എവിടെയായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ തൊട്ട് കാണിക്കാൻ പറ്റും? ഓൾ ബോഡി CT സ്കാൻ നടത്തിയാൽ കണ്ടുപിടിക്കാൻ പറ്റുമോ ജീവൻ എവിടെയായിരിക്കുന്നതെന്ന്? എന്നാൽ അതില്ലെങ്കിലും ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? ഇല്ലയെന്ന് പറയണമെങ്കിൽ പോലും, ഉണ്ടെന്ന് പറയണമെങ്കിലോ ഇല്ലെന്ന് പറയണമെങ്കിലോ ജീവൻ ശരീരത്തുണ്ടാവണ്ടേ? അപ്പൊ സത്ത് എന്ന് പറയുന്നത് അത് അവ്യക്തമാണ്. അത് മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ആണ് തിരിച്ചറിയേണ്ടത്. മനസ്സ് അനുഭവം കൊണ്ട്, ബുദ്ധി കൊണ്ട് എന്താണ് അനുഭവിച്ചത് എന്ന് തീരുമാനമെടുക്കും. അതിനെ ഡിസിഷൻ എടുക്കാൻ സാധിച്ചാൽ അതാണ് സത്ത്. നശിക്കാത്തത് എന്തോ എൻ്റെ ശരീരത്തുള്ള ജീവനാണ് സത്തായിട്ട് നിൽക്കുന്നത്. ഈ ശരീരം ഏത് നിമിഷവും വീണു പോയാലോ നശിച്ചു പോവും, ഇത് പ്രകൃതിയിലേക്ക് ലയിക്കും, അത് അസത്താണ്. എന്തുണ്ടായിട്ട് നശിക്കുന്നു അതൊക്കെ അസത്താണ്. അപ്പൊ അതുകൊണ്ട് അഭാവം പറയുന്നത് അസത്തിന്, അഥവാ ഇപ്പൊ പ്രത്യക്ഷത്തിൽ കാണുന്ന ശരീരം ഇല്ലാതിരുന്നു, ഇന്ന് വ്യക്തമാണ്, നാളെ അത് വീണ്ടും ഇല്ലാതെ വരും.
എന്താണോ ഇല്ലാതെ വരുന്നത്, ഉണ്ടായിട്ട് കുറച്ചു കാലം നിലനിന്ന് ഇല്ലാതെ വരുന്നോ, അത് അസത്താണെന്നർത്ഥം. എന്നാൽ ഈ 3 കാലത്തിൽ നിലനിൽക്കുന്നത് എന്തോ അത് സത്താണ്. ഇല്ലാത്ത വസ്തുവിനെ പറ്റി ഇല്ല എന്ന് പറയാൻ പോലും സാധ്യമല്ലല്ലോ. നമ്മുടെ ഇപ്പൊ ശരീരം പ്രത്യക്ഷ ആണ്, ഇതില്ല എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇല്ലാത്ത വസ്തുവാണത്. എങ്ങനെ? സത്തും അസത്തും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം നശിക്കാതെ നിൽക്കുന്ന അവ്യക്തമായിരിക്കുന്ന ജീവനാണ് സത്ത്. കുറച്ച് മനസ്സിലാക്കാൻ വിഷമമുള്ള ശ്ലോക, മനസ്സിലായില്ലേ? ഇത് അനുഭവിച്ചറിയണം. അനുഭവിച്ചറിയാന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശരീരത്തിലൂടെ അല്ലാതെ നമുക്ക് കാണാനോ കേൾക്കാനോ എന്തും ഒരു കർമ്മേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണമെങ്കിലും ജ്ഞാനേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണമെങ്കിലും അതിന് സോഴ്സായിട്ട് നിൽക്കുന്നത് ഈ അവ്യക്തമായിരിക്കുന്ന സത്ത് ജീവനാണെന്നർത്ഥം. അതില്ലെങ്കിൽ നമുക്ക് ഒന്നുമില്ല, ഞാനുമില്ല. ഞാനുണ്ടെന്ന് പറയുമ്പോഴെങ്കിൽ ജീവൻ ശരീരത്തുണ്ടെങ്കിൽ ആ ബോധം ഉണ്ടെങ്കിലല്ലേ ഞാനുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇല്ലാത്ത വസ്തുവിന് ഉണ്ടെന്നുള്ള ബോധം ഉണ്ടാക്കി തരുന്നത് ശാശ്വതമായിട്ട് നിലനിൽക്കാത്ത വസ്തുവാണെങ്കിലും ഇതിപ്പോ ഉണ്ടെന്ന് പറയിപ്പിക്കുന്നത് സത്തായിട്ട് നിൽക്കുന്ന ജീവനാണ്. അതായത് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ ശരീരത്ത് വസിക്കുന്നവനാണ് ഈശ്വരൻ. അത് ജീവനാണ്, ശരീരത്തിന്റെ നാഥനായിട്ടിരിക്കുന്ന ജീവനാണ് ഒരിക്കലും നശിക്കാത്ത സത്ത്. അതെന്തുകൊണ്ടാണ് നശിക്കാതിരിക്കുന്നത്? അത് മാത്രമേ ഈശ്വരനിൽ ഇന്ന് നേരിട്ടുണ്ടായിട്ടുള്ളൂ. മറ്റേ ശരീരവും ഗുരുവായൂരപ്പൻ്റെ അപരാശക്തിയാണ്. പക്ഷെ അത് പ്രകൃതിയിലെ ചില ഘടകങ്ങൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ശരീരത്തിലെ ജീവൻ ശരീരം വിട്ടുപോയാൽ ഈ ശരീരത്തിലുള്ള ഈ ഘടകങ്ങളൊക്കെ അതാ സ്ഥാനത്തേക്ക് പോകും. ആകാശത്തിന്റെ ശക്തി ആകാശത്തിലേക്ക് പോവും, ഭൂമിയുടെ ശക്തി ഭൂമിയിലേക്ക് പോവും, അഗ്നിയുടെ ശക്തി അഗ്നിയിലേക്ക് പോവും. ഏതിൽ നിന്നാണോ ഉണ്ടായത് അത് അതിലേക്ക് തന്നെ തിരിച്ചു പോയി പോകും. അപ്പോഴും നശിക്കാതെ നിൽക്കുന്ന ഈ ജീവൻ നിൽക്കുന്ന. വീണ്ടും ശരീരപ്രാപ്തിയിലേക്ക് എത്തുമ്പോഴോ ഈ ജീവൻ കേന്ദ്രബിന്ദു ആയിക്കൊണ്ട് നിങ്ങളുടെ സ്വഭാവം അനുസരിച്ചുള്ള ശരീരം ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ കടഞ്ഞെടുത്ത് നിങ്ങൾക്ക് ശരീരമായിട്ട് വെക്കും. അപ്പൊ എന്തുണ്ടായിട്ട് നശിക്കുന്നോ അത് അസത്തും, നശിക്കാതെ നിൽക്കുന്നത് എന്തോ അത് സത്തുമാണ്. അവിനാശിതി തദ്വിധി ഏന സർവമിതം തതം വിനാശം അവ്യസ്യാസന കസ്തു കർത്തുമർഹതി. ഏന ഇതം സർവം തതം, യാതൊന്നിൽ ഇതെല്ലാം വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ തത് അത് അവിനാശി, ഇത് വിധി, അതാകട്ടെ വിനാശമില്ലാത്തതെന്ന് അറിഞ്ഞാലും. അതാണ് സത്ത് ജീവനായിട്ടിരിക്കുന്നത്. അവ്യയസ്യ അസ്യ വിനാശം കർത്തും, നാശരഹിതമായ അതിന് നാശത്തെ ചെയ്യാൻ കശ്ചിത് നാഹർക്കതി, ഒരുവനും ശക്തനാകില്ല. അതായത് ഈ ജീവനെ ഒരിക്കലും നശിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും നശിപ്പിക്കാൻ സാധ്യമല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. യാതൊന്നിനാൽ ഈ കാണുന്നതെല്ലാം, അതായത് ഈ പ്രപഞ്ചമെല്ലാം വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ അത് നാശമില്ലാത്തതാണെന്ന് നീ അറിഞ്ഞാലും. നാശരഹിതമായിരിക്കുന്ന അതിനെ നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ആത്മാവിനെ അഥവാ പരമാത്മാവിനെ അഥവാ ബ്രഹ്മത്തെ ആർക്കും നശിപ്പിക്കാൻ സാധ്യമല്ല. നമ്മൾ വിചാരിച്ചാലുമില്ല, മറ്റാരെങ്കിലും വിചാരിച്ചാലും നശിപ്പിക്കാൻ ഇല്ലാതെയാക്കാൻ സാധ്യമല്ല എന്നർത്ഥം. എന്താ കാരണം? അന്തവന്തു ഇമേ ദേഹേ നിക്ത ശരീരണകാരാൻ അനാശിനോ അപ്രമേയസ്യ തസ്മാൽ ഉദ്ദസ്യ ഭാരത. നിത്യസ്യ അനാശിന, നിത്യവും നാശരഹിതനും, അപ്രമേയസ്യ അറിയപ്പെടാൻ കഴിയാത്തവനുമായിരിക്കുന്ന, അതായത് ശരീരത്തിൽ വർത്തിക്കുന്നതാണ് എന്നാൽ നമുക്ക് അറിയപ്പെടാൻ, പെട്ടെന്ന് അറിയപ്പെടാൻ സാധിക്കാത്തതുമാണ് ശരീരണ, ശരീരത്തിൽ ആത്മാവിൻ്റെ. ഇമേ ദേഹേ അന്തവന്ത, ഈ ദേഹത്തിൽ അവസാനം ഉള്ളവയെന്ന് ഇതി ഉക്ത പറയപ്പെടുന്നു. തസ്മാൽ ഭാരത യുദ്ധസ്വ, അതുകൊണ്ട് ഹേ അർജുന നീ യുദ്ധം ചെയ്തു കൊള്ളുക. നിത്യനും നാശമില്ലാത്തവനും അറിയപ്പെടാൻ കഴിയാത്തവനുമായിരിക്കുന്ന ആത്മാവിൻ്റെ ഈ ദേഹങ്ങൾ, ആത്മാവ് കുടികൊള്ളുന്ന ദേഹങ്ങൾ നാശമുള്ളതാണ്. അതിനാൽ അർജുന നീ യുദ്ധം ചെയ്താലും.
അപ്പൊ ഈ കുത്തുകളത്തിലുള്ള എല്ലാവരെയും ഉദ്ദേശിച്ചിട്ടാണ് ഭഗവാൻ പറയുന്നത്, ഈ ശരീരം കൊണ്ട് നിൽക്കുന്നവരെല്ലാവരുടെയും ശരീരം നശിക്കാനുള്ളത് തന്നെയാണ്. ഇന്നല്ലേ നാളെ നശിക്കും. എന്നാൽ അവരുടെ ജീവൻ നശിപ്പിക്കാൻ ആർക്കും സാധ്യവുമല്ല. നീ വിചാരിച്ചാലും സാധ്യമല്ല, ആര് വിചാരിച്ചാലും സാധ്യമല്ല. ശരീരം നാശമുള്ളതാണ്. ശരീരത്തിന്റെ നാശം തടയാൻ ആർക്കും സാധ്യവുമല്ല. എന്നാൽ ശരീരത്തിനുള്ളിൽ വർത്തിക്കുന്ന ആത്മാവ് നിത്യനും നാശരഹിതവുമാണ്. ആത്മാവിനെ നശിപ്പിക്കാൻ ആരാലും സാധ്യവുമല്ല. ഇനി അതിനുള്ള ഉപോത്ബലമായിട്ടുള്ള കാര്യങ്ങളാണ്. ആത്മാവിനെ ആർക്കും നശിപ്പിക്കാൻ സാധ്യമല്ല എന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുക. എങ്ങനെ ആത്മാവിനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? യായേനം വേത്തിഹന്താരം വെസ്റ്റൈനം അന്യതേ കഥം ഉപൗതൗന വിചാനിത്യോ ന്യായം ഹന്തീന ഹന്യതേ. യായേനം ഹന്താരം വേത്തി, യാതൊരുവൻ ഇവനെ ആത്മാവിനെ കൊല്ലുന്നുവെന്ന് അറിയുന്നുവോ, യായേനം ഹതം മന്യതേ, യാതൊരുവൻ ഇവനെ കൊല്ലപ്പെട്ടവനായിട്ട് കരുതുന്നുവോ, തൗ ഉഭൗ ന വിചാരിത, ഈ രണ്ടുപേരും വാസ്തവം അറിയുന്നില്ല. അയം ഇതി ഹന്തി, അയം ന ഹന്തി ന ഹന്യതേ, ഇവൻ കൊല്ലുന്നുമില്ല കൊല്ലപ്പെടുന്നുമില്ല. എന്താ കാരണം? യാതൊരുവൻ ഈ ആത്മാവിനെ കൊല്ലപ്പെട്ടവനായിട്ട് കരുതുന്നുവോ, യാതൊരുവൻ ആത്മാവിനെ കൊല്ലുന്നവനായിട്ട് കരുതുന്നുവോ, അവ രണ്ടുപേരും വാസ്തവം അറിയുന്നില്ല. ആത്മാവ് ആരെയും കൊല്ലുന്നുമില്ല, ആരാരും കൊല്ലപ്പെടാനും പറ്റില്ല. എന്താ കാരണം? നാ ജായതേ മ്രിയതേ വാ കദാചിത് ന്യായം ഭൂത്വാ ഭവിതാ വാനഭൂയക അജോ നിത്യ ശാശ്വതോയം പുരാണാ ന ഖന്യതേ അന്യമാനേ വരും. നാ ജായതേ മ്രിയതേ വാ കദാചിത് ന്യായം ഭൂത്വാ ഭവിതാ വാനഭൂയക അജോ നിത്യ ശാശ്വതോയം പുരാണ ന അന്യതേ അന്യമാനേ ശരീരേ. ആത്മാവ് ഒരിക്കലും ജനിക്കുന്നുമില്ല, ആത്മാവ് ഒരിക്കലും മരിക്കുന്നുമില്ല. ഒരിക്കൽ ഉണ്ടായിട്ട് പിന്നെ ഇല്ലാതാവുകയോ ഇല്ലാതിരുന്നിട്ട് പിന്നെ ഉണ്ടാവുകയോ ചെയ്യുന്നില്ല. അതായത് നാശമില്ലാതെ നിൽക്കുന്ന ഒരേ ഒരു ശക്തിയാണ് ആത്മാവ്. ജന്മരഹിതനാണ്, അതേപോലെ മരണരഹിതനുമാണ്. കാരണം എന്താ? അത് ഈശ്വരന്റെ അംശ. ഈശ്വരന്റെ ശക്തിക്ക് എപ്പോഴെങ്കിലും കോട്ടം വരുമോ? ഇല്ലെങ്കിൽ ഇല്ലാതെ വരുമോ? ഇല്ലാതാക്കാൻ ആർക്കും സാധിക്കുമോ? അത് അദൃശ്യ രൂപത്തിൽ നിൽക്കുന്നു, ആത്മാവും അദൃശ്യ രൂപമായിട്ട് നിൽക്കുന്നു. അപ്പൊ അതുകൊണ്ട് അത് വേദനാശം, ഈ നമ്മൾ ബാക്കിയുള്ള പ്രപഞ്ച സൃഷ്ടിയിലുള്ളത് മുഴുവൻ നശിച്ചാലും ഒരിക്കലും നശിക്കാതെ നിൽക്കുന്നത് എന്താ? ഈശ്വരശക്തി മാത്രമാണ്. അപ്പൊ ഈശ്വരശക്തിയിൽ നിന്ന് അംശാംശങ്ങളായിട്ട് എത്രയൊക്കെ ജീവൻ ഉണ്ടായിട്ടുണ്ടോ, ആ ജീവനും നാശമില്ലാത്തതാണ്. അതായത് ആത്മാവിന് നാശമില്ലാത്തതാണ്. അത് കഠോപനിഷത്തിലെ വാചകമാണ് ഭഗവാൻ ഇവിടെ എടുത്തു ചൊല്ലിയിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നുമുണ്ട്. വേദാവിനാശനം നത്യം ഏനജമവ്യം കഥം സ പുരുഷപാർത്ഥ ഖം ഖാദയതി ഹന്തികം. വേദാവിനാശനം നിത്യം ഏനജമവ്യം കഥം സ പുരുഷപാർത്ഥ ഖം ഖാദയതി ഹന്തികം. ഹേ പാർത്ഥ, അർജുന, ഏനം അവിനാശനം, യാതൊരുവൻ ഇവനെ ആത്മാവിനെ, ഇവനെ ഉദ്ദേശിക്കുന്ന ആത്മാവിനെ, നിത്യം അജം അവ്യയം വേദഃ, നാശമില്ലാത്തവനായിട്ടും എന്നുമുള്ളവനായിട്ടും ജന്മരഹിതനായിട്ടും ആരെ അറിയുന്നു? വേദം എന്ന് പറയുന്ന അറിവിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വേദാവിനാശനം നാത്യം എന്ന് പറഞ്ഞാൽ ഈ ആത്മാവിനെ നാശമില്ലാത്തവനായിട്ടും ജന്മരഹിതനായിട്ടും ആര് അറിയുന്നുവോ സ പുരുഷക, ആ പുരുഷൻ, അയാൾ ആരെ എങ്ങനെ കൊല്ലിക്കും? കം ഖാദയതി കം ഹന്തി, ആരെ എങ്ങനെ കൊല്ലിക്കുന്നു, ആരെ കൊല്ലുന്നു? യാതൊരാൾ ആത്മാവിനെ നാശമില്ലാത്തവനായിട്ടും എന്നെന്നുമുള്ളവനായിട്ടും ജനനമില്ലാത്തവനായിട്ടും ക്ഷയമില്ലാത്തവനായിട്ടും അറിയുന്നുവോ, അയാൾ എങ്ങനെയാണ് ഒരാളെ കൊല്ലുക? എങ്ങനെയാണ് കൊല്ലിക്കുക? അതായത് നമ്മുടെ ജീവൻ ഇനി വന്നു പോകുന്നത് എങ്ങനെയാണെന്ന് സ്പഷ്ടമായിട്ട് ലളിതമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്.
വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗ്രഹണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാനി നവാനി ദേഹി. നര യഥ ജീർണാനി, മനുഷ്യൻ എപ്രകാരം ജീർണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച്, വാസാംസി വിഹായ എന്ന് പറഞ്ഞാൽ ജീർണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച്, അപരാണി നവാനി ഗ്രഹണാതി, വേറെ പുതിയ വസ്ത്രങ്ങൾ സ്വീകരിക്കുന്നത് പോലെ, തഥാ ദേഹി ജീർണാനി, ജീർണിച്ച ശരീരം ഉപേക്ഷിച്ചിട്ട് പുതിയ ശരീരം സ്വീകരിക്കുന്നു. ശരീരാണി വിഹായ എന്ന് പറഞ്ഞാൽ നമ്മൾ കീറിയ വസ്ത്രം മാറിയിട്ട് പുതിയ വസ്ത്രം എടുത്തെടുക്കുന്നത് പോലെയാണ് ഈ ശരീരത്തിൻ്റെ ജനനവും മരണവും നടക്കുന്നതെന്നാണ്. ശരീരത്തിന് ജീർണിച്ചാൽ, വസ്ത്രം ജീർണിച്ചാൽ അഴുക്ക് പറ്റിയ വസ്ത്രം മാറ്റിയിട്ട് പുതിയ വസ്ത്രം, ഇല്ല കീറി പറഞ്ഞ വസ്ത്രം മാറ്റിയിട്ട് പുതിയ വസ്ത്രം എടുത്തു കൊടുക്കുന്ന പോലെ തന്നെയാണ് ജീർണിച്ച ശരീരം ഉപേക്ഷിക്കപ്പെടേണ്ട ഘട്ടം വന്നാൽ അത് ഉപേക്ഷിച്ചിട്ട് അതേ ജീവൻ പുതിയ ശരീരം സ്വീകരിക്കും. അതുകൊണ്ടാണ് ഭഗവാനും വിഷ്ണു സഹസ്രനാമത്തിൽ പുനർവസു എന്ന് പേരുണ്ട്. പുനർവസു എന്ന് പറഞ്ഞാൽ പുതിയ ശരീരം കിട്ടിയാൽ ആ ശരീരത്തിലും വസിക്കുന്നവനാണ്. ഈ ശരീരത്തിലുള്ള ഇതേ ജീവൻ തന്നെ ആയിരിക്കും പുതിയ ശരീരം കിട്ടുമ്പോഴും അതിൽ വസിക്കുന്നത്. അങ്ങനെ വസിക്കുന്നതിന് പുനർവസു, പുതിയ പുതിയ ശരീരങ്ങളിൽ വസിക്കുന്നവനായതുകൊണ്ട് പുനർവസു പേര്. അപ്പോൾ പേടിക്കണ്ട. എന്തിനാ പേടിക്കണേ? നമുക്ക് ഇപ്പോൾ ഉള്ള സംഗതി തന്നെ അടുത്ത ശരീരം കിട്ടുമ്പോഴും ഉണ്ടായിരിക്കും. പിന്നെന്താ പ്രശ്നം? ഇപ്പം കേട് വന്നത് എത്ര, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ കേട് വന്നതൊക്കെ റിപ്പയർ ചെയ്തുകൊണ്ട് നടന്നിട്ട് ഒന്നും ഒരു കാര്യമില്ല. അത് പോകേണ്ട സമയത്ത് പോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല. കേട് വന്നതിൽ നല്ലതല്ലേ, പുതിയത് കിട്ടില്ലേ, പിന്നെന്താ വേണ്ടേ? പുതിയത് വേണ്ടാന്ന് തോന്നണ്ടോ? പുതിയത് വേണ്ടാന്നുണ്ടെങ്കിൽ അതിനുള്ള ലക്ഷ്യം തീരുമാനിക്കുക, അതിനുള്ള അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുക. അതിൽ നിന്നുണ്ടാകുന്ന ഈ പറയുന്ന മാത്രാസ്പസാസുഖോദയ, അതായത് അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അതിൽ നിന്ന് കൺസിക്വൻസീസ് ഒരുപാടുണ്ടാവും. അതായത് സഹകാരി കാരണങ്ങളെ കൊണ്ടുണ്ടാകുന്ന അനുഭവങ്ങൾ, നല്ലതും ചീത്തയായിട്ടുള്ളതൊക്കെ അനുഭവിച്ച് അതിനെ ഓവർകം ചെയ്യും. പഴയതൊക്കെ അനുഭവിച്ച് തീർത്തോളണം, പുതിയതായിട്ടൊന്നും ഉണ്ടാക്കരുത്. അകത്തുള്ളതൊക്കെ എടുത്ത് പുറത്തിട്ടേക്കണം, പുറത്തുള്ളതൊന്ന് പുതിയതായിട്ടെടുത്ത് അകത്തിട്ടേക്കണം. അകത്തുണ്ടാക്കിയാൽ പിന്നെയും പ്രാരബ്ധമാവും. അപ്പോൾ അതുകൊണ്ട് ഒക്കെ ശുദ്ധി വരുത്തുക. അത് ശുദ്ധി വന്നാലോ പിന്നെ ഭഗവാനെ പ്രാപിക്കാനുള്ള ഒരു ബുദ്ധിയോഗം ഭഗവാൻ നൽകും. അടുത്ത സ്റ്റെപ്പിൽ നമ്മളിതിന് പക്വത വന്നു എന്ന് പറഞ്ഞാൽ ഭഗവാനെ പ്രാപിക്കാനുള്ള ബുദ്ധിയോഗം കിട്ടും. അവിടെയാണ് മേധാബുദ്ധി, എല്ലാ കാര്യത്തിലും ഗുണദോഷങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുക എന്ന് പറയും. അവർക്ക് പറഞ്ഞോളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ക്ലാസ്സാണ് നടക്കണേ, അല്ലാതെ വൺ സൈഡല്ല. അപ്പോൾ ആ ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ബുദ്ധി ഉയർത്തും. മേധാബുദ്ധി എന്ന് പറയും. നമുക്കിപ്പോൾ സാധാരണ മനുഷ്യന് കിട്ടിയേക്കണം വിശേഷ ബുദ്ധി കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ പ്ലെയിൻ ഓടിക്കാനും ബോംബ് കൊണ്ടിടാനും അണുബോംബ് ഉണ്ടാക്കാനും ഒക്കെ അത് ഉപയോഗിക്കണത്. അവനവൻ്റെ നാശം ഉണ്ടാക്കും, ബാക്കിയുള്ളവരുടെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും വിശേഷ ബുദ്ധി തന്നെയാണ്. മനുഷ്യനെന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശ്വരൻ സൃഷ്ടിച്ച് പ്രപഞ്ചത്തിൽ എന്തൊക്കെ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ കണ്ടൻസ് മനസ്സിലാക്കിയിട്ട് അത് പുനഃസൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്. അതാണ് വിശേഷ ബുദ്ധിയുടെ. പക്ഷേ ആ ബുദ്ധി മുഴുവൻ ഉപയോഗിക്കുന്നത് ഈ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് എന്താ, എല്ലാം നശിക്കും. എന്തൊക്കെ നേടിയാലും വേണ്ടില്ല, ഒക്കെ കൊണ്ടുപോയി നശിപ്പിക്കും. അപ്പം നശിക്കാതിരിക്കുന്നതിലേക്ക് എത്തണം, അവിടെ ഗുണദോഷങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ അതിന് ആ ബുദ്ധി ഭഗവാൻ നൽകുന്ന, എന്നെ പ്രാപിക്കാനുള്ള ബുദ്ധിയോഗത്തെ ഞാൻ തന്നെ അങ്ങനെയുള്ള ഭക്തർക്ക് ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു. ഇനി ബുദ്ധിയോഗം കിട്ടിയാലും, ഇങ്ങനെ ഒരു ശ്രേഷ്ഠമായ ബുദ്ധി കിട്ടിയാലും അവിടെയും മനുഷ്യൻ സ്വാർത്ഥരായിട്ട് മാറിക്കഴിഞ്ഞാൽ അതിനെയും ദുർവിനിയോഗം ചെയ്യും. അതുകൊണ്ട് അതും ഭഗവാൻ നോക്കും, ഇവൻ എങ്ങനെ ഈ ബുദ്ധി, ശ്രേഷ്ഠമായ ബുദ്ധി കൊടുത്താൽ ഉപയോഗിക്കുന്ന, ഗുണദോഷങ്ങൾ തിരിച്ചയാളുടെ മേധാബുദ്ധിയൊക്കെ കൊടുത്താലും എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നോക്കും. അതിനെ ഓവർകം ചെയ്യുന്ന ഭഗവാന്റെ അടുത്തേക്ക് വീണ്ടും ആക്കിയ, അതിലൊന്നും അഹങ്കരിക്കാതെ, അഹങ്കാരവും ബലവും ദർപ്പവും ഒന്നും ബാധിക്കാതെ അവൻ ഡെഡിക്കേറ്റഡ് ഭക്തൻ ആയിട്ട് മാറുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പിലാണ് തേഷാമേവ അനുകമ്പാർത്ഥം അഹം അജ്ഞാനജന്തമ്മ നാശയൻ ആത്മഭാവസ്തോ ജ്ഞാനദീപേന വസ്ത. അതായത് എപ്പോഴാണ് ഭഗവാന്
വീണ്ടും ഈ ബുദ്ധിയോഗത്തെ വേണ്ടവണ്ണം ഉപയോഗിക്കുന്നത് മനസ്സിലാക്കിയിട്ട് ഒരു അനുകമ്പ ഉണ്ടാവും. അനുകമ്പ ഉണ്ടായാൽ പിന്നെ ഭഗവാൻ തന്നെ ജ്ഞാനദൃഷ്ടി തുറന്നു കൊടുക്കും. അജ്ഞതയുടെ കവചത്തെ ഭേദിച്ച് ജ്ഞാനമാകുന്ന ദീപത്തെ ജ്വലിപ്പിക്കും. ഈ ജ്ഞാനം കിട്ടിയാലും പിന്നെയും എന്താ ചെയ്യാന്ന് നോക്കും. മനസ്സിലായില്ലേ? ഈ ജ്ഞാനം കിട്ടിയാലും ഞാൻ ജ്ഞാനിയാണ്, പണ്ഡിതനാണ്, കേമനാണ്, എന്നെപ്പോലെ അറിവുള്ളവരാരുമില്ല, അവിടെയും അഹങ്കാരവും ബലവും ദർപ്പവും കാമ ക്രോധ പരിഗ്രഹം ഒക്കെ ദുർവിനിയോഗം ചെയ്യാൻ തുടങ്ങും ജ്ഞാനം കിട്ടിയാലും. അപ്പോൾ അതിലും ഭഗവാനെ പിന്നെ പ്രസാദിക്കേണ്ട അവസ്ഥ ക്രിയേറ്റ് ചെയ്താൽ അവസാനം ഭഗവാന്റെ കൃപ ലഭിക്കുമ്പോഴേ മോക്ഷം സാധ്യമാണ്. ആ ഭഗവാന്റെ കൃപ എന്ത് തലകുത്തി മറിഞ്ഞാലും എന്തൊക്കെ അധ്വാനിച്ചാലും അവസാനം ഭഗവാന്റെ കൃപയും കൂടെ ലഭിക്കണം. അപ്പോഴേ ഈ പൂർണ്ണമായിട്ട് ശുദ്ധി വന്ന് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയാലും ഇതാ ഏറ്റവും വലിയ കുഴപ്പം. ഈ ശരീരബോധം ഉള്ളിടത്തോളം കാലം ഈ അഹങ്കാരവും ബലവും ദർപ്പവും ഒക്കെ വരുന്നുണ്ടാവും. അതാ കുഴപ്പം. അത് പൂർണ്ണമായിട്ടില്ലാതെ വരണം. അപ്പം അതുകൊണ്ട് ഈ ശരീരത്തിന് ഓരോ പ്രാവശ്യം ജീർണത മാറിയിട്ട് പുതിയ ശരീരം ഭഗവാന്റെ കാരുണ്യം കൊണ്ട് കിട്ടിക്കൊണ്ടിരിക്കും. കീറി പറഞ്ഞ് നീ കൊണ്ട് നടക്കണ്ട, ഇത് ഉപേക്ഷിച്ചോ, പുതിയത് കിട്ടും എന്ന് പറഞ്ഞ് പുതിയത് തരും. എല്ലാ സിദ്ധികളും ഈ പറയുന്ന സ്വഭാവം ഒന്നും മാറ്റാതെ അതേ സ്വഭാവത്തിലൊക്കെ ഫിറ്റ് ചെയ്ത് ഇങ്ങോട്ട് വിടും. എന്നിട്ട് പിന്നെയും ഈ സ്വഭാവം പിന്നെയും പഴയ സ്വഭാവമല്ലേ കാണിക്കാം. അപ്പോൾ സ്വഭാവശുദ്ധി വരുത്തണം എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അടുത്ത് തന്നെ വിടാതെ പിടിച്ചോളണം. പിന്നെ നമുക്ക് പറ്റുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഭൗതിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും. നമ്മൾ ഈശ്വര ഉപാസന ഡെഡിക്കേറ്റഡ് ആയിട്ട് മാറി തുടങ്ങി കഴിഞ്ഞാൽ തന്നെ ഇപ്പം നിങ്ങൾ അമ്പലത്തിൽ പോകാൻ ഒരിടത്ത് പോകാൻ തീരുമാനിച്ചു എന്ന് വിചാരിച്ചാൽ അപ്പം ആരുടെങ്കിലും ഫോൺ വരിക, നിങ്ങൾ എന്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക? അത് ഭൗതിക എന്തോ കാര്യം, ആശുപത്രി കേസോ ഇല്ലേ വേറെ എന്തെങ്കിലും എന്ന് വെച്ച് കഴിയുമ്പോൾ അപ്പം അമ്പലത്തിൽ പോക്ക് വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോകും. ഇന്ന് അമ്പലത്തിൽ പോയാലും അവിടെ പോയിട്ട് കാര്യം നടക്കും, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഓടിപ്പറിച്ച് വിടുന്ന അവിടെ ചെന്നാലും ചിലപ്പം ആയുസ്സിൽ കിടക്കുന്ന ആളുടെ ആയിരിക്കും ഫോട്ടോ വരും. അവിടെ പോയിട്ട് വെറുതെ വായി നോക്കി ഇരിക്കലേ ഓർത്തുള്ളൂ, കാണാൻ പോലും പറ്റില്ല. എന്നാൽ അമ്പലത്തിൽ പോയാൽ മതി എന്ന് വിചാരിക്കണ്ടേ? ആ ഗുണദോഷം തിരിച്ചറിയണ്ടേ? പക്ഷെ ടെൻഷനാവും. അപ്പോൾ ഭൗതികത്തിന് പ്രാധാന്യം കൊടുക്കും. എത്ര ഡെഡിക്കേറ്റഡ് ആയാലും വേണ്ടില്ല, ഇത് വിട്ടിട്ട് അതിലേക്ക് പോകും. ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നതാ. എനിക്ക് അങ്ങനെ ഒരു ഫോൺ വന്നാലുണ്ടല്ലോ, ഞാൻ അവിടെ ഗുണദോഷം തിരിച്ചറിയും. എന്താ, ഏത് സ്ഥിതിയിൽ, ആരാ വിളിച്ചത്, എന്താ സ്ഥിതി. പക്ഷേ 2 കേസുകൾ എൻ്റെ മുമ്പിൽ വന്നിട്ട് ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്തെന്ന് അറിയാം. അവിടെയാണ് വിശേഷബുദ്ധി യൂട്ടിലൈസേഷൻ്റെ. നമ്മളിപ്പോൾ ഓടിപ്പടിച്ച് ടെൻഷനായിട്ട് ഓടിപ്പടിച്ച് വണ്ടിയൊക്കെ എടുത്ത് അവിടെ ചെന്നാലും ഒരാൾ ഈ രോഗി തന്നെ വിളിച്ച് പറയാം, എന്നോടാണ് സംഭവിച്ചു. രോഗി തന്നെ വിളിച്ച് പറയാം, എന്നെ നീ എത്രയും വേഗം വന്നിട്ട് ഓട്ടോറിക്ഷ വിളിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്ന് പറയാം. ഞാൻ 1.5 മണിക്കൂർ 2 മണിക്കൂർ യാത്ര ചെയ്താലേ അങ്ങോട്ട് എത്തുള്ളൂ. ഇത്രയും സീരിയസ് ആയിട്ടുള്ള ആൾ ഒന്നാമത് ഫോൺ ചെയ്യാൻ പറ്റില്ല. ആദ്യം ഞാൻ ചിന്തിക്കുന്ന അതാണ്, അല്ലേ? അത്ര അവശത നിലയിലുള്ള ആൾക്കും ഫോൺ എടുത്തിട്ട് സംസാരിക്കാൻ സാധിക്കും ഇല്ല. ആദ്യത്തെ നിഗമനം. രണ്ടാമത്തത്, ഞാൻ ഇവിടുന്ന് ഒരു ടാക്സി എടുത്ത് പോയാലും 1.5 മണിക്കൂറെങ്കിലും എത്തും ആ സ്പോട്ടിലെത്താൻ. എന്നിട്ട് ആശുപത്രി കൊണ്ടായാൽ മതിയോ? അപ്പോൾ അറേഞ്ച് ചെയ്തു, ഞാൻ ഫോൺ ചെയ്തു, എത്രയും വേഗം പരിചയമുള്ള ആളെ വിളിച്ചു, ഓട്ടോറിക്ഷ എടുത്തിട്ട് അല്ലെങ്കിൽ വണ്ടി എടുത്തിട്ട് ഈ ഇദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ പിന്നാലെ വരാം. ഇങ്ങനെയൊക്കെ കറക്റ്റ്. നമ്മൾ ഈ ഒന്നാമത്തെ കാര്യം ശരിക്കും മുഴുവൻ കേട്ട വാതി കേൾക്കാത്ത വാതി ചാടി പുറപ്പെടും. ആ ടെൻഷൻ ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈശ്വരോപാസന നന്നായിട്ട് വേണം. അത് ബലമായിട്ട് നിൽക്കണം. അപ്പോഴേ നമുക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പോൾ അവിടെയൊക്കെ കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കണം. ഇപ്പം വിഷുവിന് കണിവെച്ച ആള് തീ പിടിച്ചിട്ട് നമ്മൾ പ്രിക്കോഷൻ, തീ പിടിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് സംഭവിക്കുമ്പം അതെന്താ എങ്ങനെ ചെയ്യണ്ടേന്ന് നമ്മൾ ആ ബലത്തിൽ പ്രയോഗിക്കണ്ടേ? കിടന്നുരുണ്ടാ മതി, എന്നിട്ട് ഓടിയാലോ? ആളിപ്പടർന്ന് തീയെ കിടന്നോടിയാൽ ഇവർക്ക് പറ്റിയത് അതുകൊണ്ടാ. തീ പിടിച്ച് മാക്സിക്ക് തീ പിടിച്ചിട്ട് ഓടി.
എന്നാൽ കൂടെയുള്ള ആള് തീ കെടുത്താൻ ശ്രമിച്ച കൈകൊണ്ട് വെള്ളം കൊണ്ട് ഒഴിച്ചുകൂടെ, ഒരു ബക്കറ്റ് വെള്ളം, എന്നിട്ട് അദ്ദേഹത്തിന്റെ കൈ പൊട്ടി. പറയുമ്പോ സാമവേദത്തിന്റെ ഒക്കെ ആളാ. വേദങ്ങളിൽ സാമവേദം ഞാനാകുന്നു എന്ന് പോകുന്നു. ഉപാസനയില്ല, എന്താ പറയണോ ഒക്കെ പറയാൻ നിർത്തില്ല. ഞാനിതൊക്കെ അവിടെ ചെന്നാൽ വീട്ടിൽ ചെന്നാലും അപ്പം കണ്ടുപിടിക്കുന്നത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളത് മിണ്ടാതിരിക്കാൻ നല്ലത്. മനസ്സിലായില്ലേ? ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കർമ്മം ചെയ്തുകൊണ്ട് വ്യാപരിക്കുന്നവരെ ഉപദേശിച്ച് നേരെയാക്കണം. അവരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് നിലയ്ക്ക് വിടാനാണ് പറഞ്ഞത്. തുടക്കത്തിലൊക്കെ കുറേയൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടാൽ ഞാൻ പ്രതികരിക്കാറില്ല. ഇപ്പം ഒന്നും പ്രതികരിക്കില്ല. കരയുന്ന കുട്ടിക്ക് പാൽ കൊടുക്കാവുള്ളൂ എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭക്തിയില്ലാത്തവരോട് ഭക്തിയുടെ രഹസ്യം പറഞ്ഞു കൊടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ പറയുന്നത്, നമ്മൾ ഏത് കാര്യത്തിലും ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. ഡെഡിക്കേറ്റഡ് ആകുമെന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ എന്തെങ്കിലും പ്രത്യക്ഷമായിട്ടോ പരവച്ചയോടുകൂടിയാണ് ഈശ്വരനെ ഭജിക്കുന്നതെങ്കിൽ അത് ഡെഡിക്കേഷൻ അല്ല. ഒരു നമ്പൂരി പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് നേദ്യം വെച്ച് കൊടുക്കണം, എനിക്ക് ഇത്ര രൂപ കിട്ടണമെന്ന് പറഞ്ഞാൽ അത് ഡെഡിക്കേഷൻ അല്ല. ഫലേച്ഛ ഇല്ലാതെ അർപ്പണ ബോധത്തോടെ നിഷ്കളങ്ക ഭക്തിയോടെ ഒരു തുളസിപ്പൂ എടുത്തു വെച്ചാൽ മതി. ഭഗവാനും പത്രം പുഷ്പം ഫലം തോയോ മേ ഭക്തി അപ്രയച്ഛത്. നിങ്ങൾ ഈ ശാസ്ത്രമൊക്കെ പഠിച്ചിട്ട്, ഈ ശാസ്ത്രം പഠിച്ചവരെങ്ങനെയാ പൂജ ചെയ്യുന്നത്? എന്ത് ഇവരും ബ്രഹ്മചാരി ആകാത്തെന്ന് ഞാൻ ചോദിക്കണം. ഇതൊക്കെ പഠിച്ചിട്ട് ചെയ്തിട്ട് നിങ്ങൾ വീട്ടിൽ നട്ടു വളർത്തിയ ഒരു തുളസിപ്പൂ ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അത് ഭക്തിയോടുകൂടി ആ വിളക്കത്ത് കൊണ്ട് സമർപ്പിച്ചാൽ, ആത്മാർത്ഥമായിട്ടാണ് അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് അചഞ്ചലമായ ഭക്തിയോടെയാണ് സമർപ്പിക്കുന്നതെങ്കിൽ അത് ശ്രേഷ്ഠമായ പുഷ്പാഞ്ജലിയാണ്. പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും 24 മണിക്കൂറും ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കാനല്ല ഭഗവാൻ പറയുന്നത്. നിങ്ങൾ എപ്പോഴും എന്നിൽ താനി സർവാണി സംയമ്യുക്ത ആസീത മൽപര മയ്യാസക്തമനാൻ പറഞ്ഞ എത്ര വാക്കുകളാണ് ഭഗവാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ ഭൗതിക കാര്യങ്ങൾ ആസക്തി വെക്കുക, എന്നിൽ ആസക്തി വെക്കൂ. എന്നിൽ ഉറപ്പിച്ച മനസ്സോടുകൂടി നിങ്ങൾ എന്ത് ചെയ്താൽ അതൊക്കെ വിജയിക്കും. അതൊന്നും മനസ്സിലാക്കണ്ടേ? നാ ശോചിത് മർക്കസി എന്നാ ഭഗവാൻ പറഞ്ഞേക്കണേ. നമ്മളോട് ഈ ഭൗതിക വസ്തുക്കൾ ഈശ്വരൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന അതൊന്നും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ദ്രിയ ഭോഗസുഖങ്ങളൊക്കെ അനുഭവിച്ചോളൂ, പക്ഷെ എന്നെ ഉറപ്പിച്ചുകൊണ്ട് അനുഭവിക്കും. എന്ത് ചെയ്താലും എന്നിൽ ഉറപ്പിക്കൂ. നിന്റെ മനസ്സാണല്ലോ പ്രശ്നം. മനസ്സാണ് ചാടിപ്പോണത്. ഇവിടെ ഇരുന്നാലും വേണ്ടില്ല, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഗുരുവായൂർ പോയിട്ട് വരാം, നിമിഷ നേരം കൊണ്ട് വീട്ടിൽ പോയിട്ട് തിരിച്ചു വരാം. ആരും അറിയില്ല. ഗുരുവായൂർ ശ്രീകോവിലിനകത്ത് കയറിയിട്ട് നിങ്ങൾ വന്നോളൂ, ഭഗവാനെ തൊട്ടിട്ട് വന്നോളൂ, ഒരു ജയവിജയമാനും നടയില്ല. അത്ര ശക്തിയാ മനസ്സിന്. ആ മനസ്സ് ഭഗവാനിലേക്ക് അർപ്പിക്കൂ. ഇന്ദ്രിയങ്ങളെ മനസ്സ് ഞാനാകുന്നു എന്ന് പറഞ്ഞു, പക്ഷെ മനസ്സ് വെച്ചുകൊണ്ട് തന്നെ എനിക്കിപ്പോ മനസ്സില്ല എന്ന് പറയൂ അല്ലേ? ഈ മനസ്സ് വെച്ചുകൊണ്ട് തന്നെ എനിക്കിപ്പോ മനസ്സിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ മരണം എന്ന പ്രതിഭാസത്തിന്റെ അർത്ഥവും സ്വരൂപവും വളരെ ലളിതമായ ദൃഷ്ടാന്തത്തിലൂടെ ഭഗവാൻ നമ്മളെ കാണിച്ചു തന്നു. നമ്മൾ കീറിയ വസ്ത്രം മാറിയിട്ട് പുതിയ വസ്ത്രം എടുക്കുമെന്ന് പറഞ്ഞു. അത് ഓർത്തിട്ട് വ്യാകുലപ്പെടേണ്ടതൊന്നുമില്ല. ഞാൻ അതുകൊണ്ടാണ് പറയണേ, മരണം ജനനത്തിന്റെ ലക്ഷണമാണ്, ജനനം മരണത്തിന്റെ ആരംഭവുമാണ്. നമുക്കിപ്പോ എത്ര വയസ്സായി ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര വർഷമായോ ജനിച്ചിട്ട്, അത്രയും വർഷം നമ്മൾ മരിച്ചു കഴിഞ്ഞു. നമ്മൾ പിറന്നാൾ ആഘോഷിക്കണേ, മരണമാണ് ആഘോഷിക്കണത്. ആ ജനിച്ചത് ഇനിയിപ്പോൾ രണ്ടാമത് പിറന്ന നാളാന്ന് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. എത്ര വയസ്സായോ അത്രയും വയസ്സ് നമ്മുടെ കഴിഞ്ഞു, അത്രയും വയസ്സ് നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അത് മരിച്ചു എന്ന് കണക്കാക്കണം. പിന്നെ ഓരോ നിമിഷം നമുക്ക് ബോണസായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുക. അടുത്ത നിമിഷം എന്താ സംഭവിക്കുമെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഇപ്പം അതുകൊണ്ടാണ് ഭഗവാൻ മാത്രമേ വർത്തമാനത കാലത്ത് വർത്തിക്കൂ. നമ്മൾ ഒരിക്കലും വർത്തമാനത്തിൽ വർക്കിയില്ല അല്ലേ? വർത്തമാനം പറഞ്ഞാൽ തന്നെ ഒന്നെങ്കിൽ പഴയ കാര്യം, ഇല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് കൊണ്ട് നാളത്തെ കാര്യം പറയും. അപ്പോൾ ഈ രണ്ട് കാര്യത്തിനും ഉപയോഗിക്കുന്നത് ഈ നിമിഷം അല്ലേ? വർത്തമാന കാലത്തിൽ ഒരിക്കലും വർത്തിക്കില്ല.
പഴയതും പുതിയതും വരാൻ പോകുന്നതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അല്ലേ? നിസ്സാര കാര്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ തന്നെ ഇനിയിപ്പോൾ നാളെ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ്, ഇപ്പോൾ കിട്ടിയത് ആസ്വദിച്ച് കഴിക്കുകയല്ല, അല്ലേ? സാധാരണ എല്ലാവരും പറയുന്നതൊക്കെ അടുക്കളയിൽ പണിയെടുക്കുന്നവരൊക്കെ ഇന്നും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കും. ഇനിയിപ്പോൾ നാളെ എന്താണ്? അപ്പോൾ അതുകൊണ്ട് ഈ മരണം എന്ന പ്രതിഭാസത്തിൻ്റെ ഒരു ശരീരം കൊണ്ട് അനുഭവിക്കേണ്ടത് അനുഭവിച്ച് കഴിയുകയും പിന്നെ വേണ്ട അനുഭവങ്ങൾക്ക് ആ ശരീരം പറ്റാതെ വരികയും ചെയ്താൽ എന്താ സംഭവിക്കുക? ആ ശരീരത്തിന്, അതാണ് ആ ശരീരത്തിൻ്റെ ജീർണത. അല്ലാതെ ജീർണത എന്ന് പറയുന്നത് കുറച്ച് ചീഞ്ഞളിഞ്ഞാൽ ഇല്ലെങ്കിൽ ശരീരത്തിന് എന്തെങ്കിലും കേട് വന്നിട്ടിരിക്കുക എന്നല്ല അർത്ഥം. ഈ ശരീരം കൊണ്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പൂർത്തിയായി എന്നുണ്ടെങ്കിൽ പിന്നെ ആ ശരീരം വീണുപോകും. അതാണ് അതിൻ്റെ ജീർണത. ചിലപ്പോൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന ആളും ചിലപ്പം കുഴഞ്ഞു വീണൊക്കെ മരിക്കില്ലേ? അപ്പം അതുകൊണ്ട് അനുഭവിക്കാനുള്ളത് അനുഭവിച്ചു കഴിഞ്ഞാൽ എന്നാ പറഞ്ഞിരിക്കണം. അപ്പോൾ ജീവൻ ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് സ്വീകരിക്കും. മനുഷ്യൻ പഴയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രം സ്വീകരിക്കുന്നത് പോലെ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ കൂടുതൽ എന്താ ലളിതമായിട്ട് പറയാൻ പറ്റുമോ ജനന മരണത്തെ? ഈ ആത്മാവിൻ്റെ പ്രത്യേകതയാണ് ഇനി പറയുന്നത്. എങ്ങനെയാണ് ഈ ആത്മാവ് ആർക്ക് നശിപ്പിക്കാൻ പറ്റില്ല, സ്വയം നശിക്കുകയില്ല, മറ്റൊരാൾക്ക് നശിപ്പിക്കാനും സാധ്യമല്ലാത്തത് എന്തുകൊണ്ടാണ്? നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാപക നൈചൈനം ക്ലേദയന്ത്യാപോനോ ശോഷിയത് മാരുത. ഏനം ശസ്ത്രാണി നാ ചിന്തന്തി. ഇവനെ, അതായത് ആത്മാവിനെ ആയുധം കൊണ്ട് ഛേദിക്കുന്നില്ല. ഏനം പാപക നാ ദഹതി. ഇവനെ അഗ്നി ദഹിപ്പിക്കുന്നുമില്ല. ഏനം ആപ ന ക്ലേദയന്തി. ഇവനെ ജലം നനയ്ക്കുന്നുമില്ല. മാരുത ന ശോഷയതി. വായു ശോഷിപ്പിക്കുന്നുമില്ല. ഈ ആത്മാവിനെ ശസ്ത്രങ്ങൾ കൊണ്ട് മുറിക്കാൻ സാധ്യമല്ല, അഗ്നി കൊണ്ട് ദഹിപ്പിക്കാൻ സാധ്യമല്ല, ജലം കൊണ്ട് നനയ്ക്കാൻ സാധ്യമല്ല, വായു കൊണ്ട് ഉണക്കി നശിപ്പിക്കാനും സാധ്യമല്ല. എന്താ കാരണം? ഈ ആത്മാവിന് അത്രയേ ഉള്ളൂ വലിപ്പം. എങ്ങനെ വലിപ്പം കണക്കാക്കാം? നമ്മുടെ ശരീരത്തിലെ ഒരു രോമാഗ്രം എടുത്തിട്ട് 1000 കഷ്ണങ്ങളാക്കി മുറിച്ചാൽ അതിലൊരംശമാണ് ജീവൻ. ആ ജീവനെ പിടിച്ചു വെച്ചിട്ട് കത്തി കൊണ്ട് മുറിക്കാൻ സാധിക്കും? ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ശരീരത്തെ കുത്താം, മുറിക്കാം, ശരീരത്തിലെ ജീവന്. ഇന്ന് രാവിലെ ഞാൻ ഒരു പ്രാണിയെ ചവിട്ടി അരച്ചു, എന്നിട്ടും അത് പറന്നുപോയി. എങ്ങനെ പറന്നുപോയി? എൻ്റെ എന്തൊക്കെയോ ശരീരത്തിലുണ്ടായിരുന്നൊക്കെ പുറത്തു വന്നു, എന്നാലും വേണ്ടില്ല, അത് പറന്നു. അപ്പൊ അതിൻ്റെ ജീവനെ നശിപ്പിക്കാൻ സാധിച്ചില്ല എന്നർത്ഥം. നമ്മുടെ ശരീരം എത്ര വരുന്ന എന്താ പറഞ്ഞേ ഓപ്പറേഷൻ നടത്തിയാലും ഇതിനെ കണ്ടുപിടിച്ചിട്ട് ആ ജീവനെ മാറ്റിവെക്കാനൊന്നും പറ്റില്ല. ഹൃദയം മാറ്റിവെക്കാം, കിഡ്നി മാറ്റിവെക്കാം, ഇപ്പൊ തലയും മാറ്റിവെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നാ പിന്നെ ജീവനെ എടുത്തിട്ട് മറ്റേ ശരീരത്തേക്ക് വെച്ചാൽ പോരെ, ഈ പ്രശ്നമൊക്കെ തീർന്നു. മരിച്ച ആള് ഏറ്റുവരുകയും ചെയ്യുന്നത്. അപ്പം ഇത്രയും സൂക്ഷ്മമായിരിക്കുന്നത് അതിനെ പിടിച്ചു വെച്ചിട്ടൊന്നും ചെയ്യാൻ സാധ്യമല്ല. എന്നാൽ അത് ഹോൾ ബോഡി CT സ്കാൻ നടത്തിയാൽ പോലും ഈ ജീവൻ ശരീരത്തെ എവിടെയായിരിക്കുന്നതെന്ന് ഗുരുവായൂരപ്പൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉത്തരഗീത വായിക്കുമ്പോഴാണ് കൃത്യമായിട്ട് ജീവൻ എവിടെയായിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആജ്ഞാചക്രത്തിൽ ആണ് മനസ്സ്. മനസ്സിൻ്റെ സ്ഥാനം നമുക്കറിയില്ല. എന്നാ ഭഗവാൻ ഉത്തരഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാവും ഗീത പഠിപ്പിക്കപ്പോഴും ധ്യാനം ശീലിക്കാൻ പറയുമ്പോഴും ഭ്രൂമധ്യത്തിൽ ശ്രദ്ധിക്കാൻ ഭഗവാൻ പറഞ്ഞതിൻ്റെ കാര്യം. ഹൃദയസ്ഥാനം എന്ന് പറയുന്നത് പമ്പി എന്ന ഹൃദയമല്ല. ഹൃദയസ്ഥാനം എന്ന് പറയുന്നത് ആജ്ഞാചക്രത്തിലാണ്. ആജ്ഞാചക്രത്തിൽ മനസ്സിൽ ബിന്ദു രൂപത്തിലാണ് ജീവൻ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഭ്രൂമധ്യത്തിൽ മെഡിറ്റേഷൻ ചെയ്യാൻ പറയണതിൻ്റെ കാര്യം. പൊട്ടുതൊടുന്ന ഭാഗം കൂട്ടുപിരിയം, അവിടെ ബിന്ദു രൂപത്തിൽ, സൂക്ഷ്മങ്ങളിൽ സൂക്ഷ്മമാണ്.
അത് പ്രകാശിച്ചാലോ സൂര്യനെ പോലെ പ്രകാശിക്കുകയും ചെയ്യും. അതിൻ്റെ പ്രകാശം ശരീരം മുഴുവൻ വ്യാപിക്കും. ആത്മപ്രകാശം ലഭിച്ചു എനർജി സൂര്യനെ പോലെ എന്നാ പറയുന്നത്, ആദിത്യവജ്ഞാനം എന്നാ പറയുന്നത്. അപ്പം നമ്മുടെ ഭ്രൂമധ്യത്തിലാണ് ആജ്ഞാചക്രം. ആജ്ഞാചക്രത്തിന്റെ മധ്യത്തിലാണ് മനസ്സിരിക്കുന്നത്. മനസ്സിൽ ബിന്ദുരൂപേണയാണ് ജീവൻ ഇരിക്കുന്നത്. അതെങ്ങനെയായിരിക്കും വലിപ്പം? നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും രോമം എടുത്തിട്ട് അതിനെ അതിൻ്റെ അഗ്രം 1000 കഷ്ണങ്ങളാക്കി മുറിക്കുക. അതിൻ്റെ അംശമാണ് ഒരാളുടെ ജീവൻ. അതുകൊണ്ടാണ് നൈനം ചിന്തന്തി ശസ്ത്രാണി എന്ന് പറഞ്ഞാൽ ഒരു അസ്ത്രം ഉപയോഗിച്ചിട്ട് ആ ജീവനെ പിടിച്ചു വെച്ചിട്ട് മുറിക്കാൻ സാധ്യമല്ല. അതേ ജീവനെ പിടിച്ചിട്ട് നമ്മുടെ ശരീരം മുഴുവൻ കത്തിച്ചാലും അതിലെ ജീവനെ കത്തിക്കാൻ സാധ്യമല്ല. അത് വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ സാധ്യമല്ല, വായുവിൽ ഉണക്കിക്കൊല്ലാൻ സാധ്യമല്ല, അതിന് ശോഷിപ്പിക്കാൻ സാധ്യമല്ല. അതിന് എന്താ ശോഷിപ്പിക്കുക? കാരണം എന്താ? ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം എന്താ? അച്ഛേത്യോയം അദാഖ്യോയം അക്ലേത്യോ ശോഷിയേവജ നിത്യ സർവഗതസ്ഥാനോ അജലോയം സനാതന. അയം അച്ഛേത്യ, ഇവൻ ഛേദിക്കാൻ കഴിയാത്തതും, അയം അദാഹ്യ, ഇവൻ ദഹിപ്പിക്കാൻ കഴിയാത്തതും, അക്ലേത്യ അശോഷ്യ ച ഏവജ, നനയ്ക്കപ്പെടാനോ ഉണക്കപ്പെടാനോ പറ്റാത്തത്. അയം നിത്യ സർവഗത, എന്നാൽ ഇവൻ നിത്യനുമാണ്. മാറ്റം വരുത്താൻ സാധ്യമല്ല, അതിനെ ദഹിപ്പിക്കാൻ സാധ്യമല്ല, അതിനെ മുറിക്കാൻ സാധ്യമല്ല, അഗ്നിയിൽ കത്തിച്ചു കളയാനും സാധ്യമല്ല. അത് സ്ഥാണുവാണ്, അചലമാണ്, സർവവ്യാപിയാണ്, സ്ഥിരനാണ്, സനാതനമാണ്, ഇളക്കമില്ലാത്തതാണ്, കാലത്തിന് പോലും അതീതമാണ്. ഇപ്പം നമ്മുടെ ആയുസ് പറഞ്ഞാൽ നമുക്ക് ഈ ജന്മത്തെ ആയുസ് കണക്കാക്കാൻ പറ്റും അല്ലേ? ഈ ജീവൻ നമ്മുടെ ജീവാത്മാവായിട്ട് നമുക്ക് കിട്ടിയിട്ട് എത്രയെത്ര ജന്മങ്ങൾ കടന്നു പോയിരിക്കുന്നു. ഞാനിപ്പോൾ ഒരു 500 വർഷമായിട്ട് ജീവിച്ചിരിക്കുന്ന ആളാന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക നിങ്ങൾ? 5 ജന്മത്തിൽ ജീവിച്ചിരിക്കുന്ന ആളാ. 5 പ്രാവശ്യം 5 പ്രാവശ്യം അല്ല, അതിനിടയ്ക്ക് എത്ര ശരീരങ്ങൾ എടുത്തു എന്നുള്ളത് എനിക്ക് തന്നെ കണക്കില്ല. ഈ ശ്രേഷ്ഠമായ ജന്മമൊക്കെ ഓർത്തിരിക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ വന്നു പോയതൊന്നും ഓർമ്മയില്ല. വേണ്ടാത്തൊന്നും ഓർക്കണ്ടല്ലോ, എന്തിനാ വെറുതെ വേണ്ടാത്തൊക്കെ ഓർക്കണം? പ്രേയസായിട്ട് പല പ്രാവശ്യം വന്നു പോയിട്ടുണ്ട്. കിട്ടിയത് ഉണ്ടാവലും അപ്രത്യക്ഷാവലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ശ്രേഷ്ഠമായ ശ്രേയസ്കരമായിട്ട് ചില കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാക്കിയത് ആ പ്രേയോമാർഗത്തിൽ ഇതിനിടയ്ക്ക് പോയത് കൊണ്ടാണ്. മനസ്സിലായി? അപ്പം ജന്മം വേസ്റ്റായി. ഇപ്പം എന്തായാലും പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചെത്തി. അത് തന്നെ ഒരു മഹാഭാഗ്യമല്ലേ. 42 വയസ്സ് വരെ ഇതൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ അറിഞ്ഞു കഴിഞ്ഞപ്പം ഈ അറിവൊക്കെ തന്നെ വരുന്നത് എന്നെ, ഞാൻ ഈ ജന്മത്തിൽ പഠിച്ചത് എന്നെ ആരും പഠിപ്പിച്ചതൊന്നുമല്ല പറയുന്നത്. പൂർവ്വജന്മത്തിൽ അതൊക്കെ ഇപ്പം ഓർമ്മ കിട്ടിയെന്നർത്ഥം. അതൊക്കെ എവിടുന്നാണ് കിട്ടുന്നത്? ഈ ചിന്തിക്കാൻ പറ്റാത്തതും ഈ ജീവൻ്റെ ശക്തിയാണിത്. സനാതനമായിരിക്കുന്ന ആ ധർമ്മം പോലും നമ്മൾ കളയാതെ വെച്ച് സൂക്ഷിച്ച് അതുകൊണ്ട് ദുർവിനിയോഗം ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് മറഞ്ഞുപോയി. വീണ്ടും അത് ശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ അതൊക്കെ തെളിഞ്ഞ് പുറത്തേക്ക് വന്നത്. അതാണ് ഈ ആത്മാവ് മുറിപ്പെടുത്താനോ ദഹിപ്പിക്കാനോ നനയ്ക്കാനോ ഉണക്കാനോ കഴിയാത്തതാണ്. ഈ ആത്മാവ് നിത്യനും സർവ്വവ്യാപിയും സ്ഥിരചിത്തനും സ്ഥിരവും ചലിക്കാത്തവനും അനാദിയുമാണ്. സനാതനം എന്ന് പറഞ്ഞാൽ പണ്ടേ ഉണ്ടായിരുന്നത് എന്നർത്ഥം. എന്നാൽ അതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് അതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അതിൻ്റെ സ്വരൂപം അവ്യക്തോയം അചിന്ത്യോയം അവികാര്യോയം ഉച്ചതേ, എന്നാൽ അത് ഉച്ചസ്ഥാനത്താണ് താൻ. തസ്മാദേവം വിദിത്വനം നാനു ശോചിതുമർക്കസ്. ഈ ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒരിക്കലും ദുഃഖിക്കാൻ അവകാശമില്ലെന്നാണ് പറഞ്ഞത്. നമുക്ക് നശിക്കാതെ, ഒരിക്കലും നാശമില്ലാത്തതും മാറ്റമില്ലാത്തതും ഒരേ ഒരു ശക്തി ഈശ്വരൻ നമുക്ക് വരദാനമായിട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അത് അവ്യക്തമാണ് താനും. അതിനെപ്പറ്റി ചിന്തിക്കാൻ കൂടി വിഷമമാണ്. അതിൽ നിന്ന് വികാരവിചാരങ്ങൾ, അതിൻ്റെ വികാരം എന്താണെന്നും തിരിച്ചറിയാൻ പറ്റില്ല. അവികാര്യോയം തസ്മാദേവം, എന്നാൽ അതുണ്ട് താൻ. അതില്ലാതിരിക്കുന്നുമില്ല. തസ്മാൽ, അതുകൊണ്ട് അതുണ്ട് താൻ. ആത്മാവിനെ ഇപ്രകാരം അറിഞ്ഞിട്ട്
നാ ശോചിതും അർഹസി, ദുഃഖിക്കുന്നതിന് അർഹനല്ല എന്നാണ് പറയുന്നത്. അതായത് നശിക്കാത്ത ഒരു വസ്തുവിന്റെ ഉടമയാണ് നമ്മൾ അറിഞ്ഞാൽ പിന്നെ എന്തിനു ദുഃഖിക്കണം? ഞാനും എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ ഈ ശരീരത്തിന് നാശമുള്ളൂ, ഈ ശരീരത്തിലിരിക്കുന്ന ജീവൻ സനാതനമാണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ 50% ദുഃഖം നമുക്ക് തീരും. ആത്മാവ് ഇന്ദ്രിയ ഗോചരമല്ലാത്തതിന് അവ്യക്തോയം അചിന്ത്യോയം അതായത് പറയുന്നത് അയം അവ്യക്ത അചിന്ത്യ, ഈ ആത്മാവ് അവ്യക്തനെന്നും അത് അചിന്ത്യമാണെന്നും അവികാര്യമാണെന്നും എന്ന് പറഞ്ഞാൽ അവികാര്യം എന്ന് പറയപ്പെടുന്നു. പറഞ്ഞാൽ വികാര വിചാരങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തത്, അതായത് നിസ്സംഗഭാവത്തിൽ നിൽക്കുന്നത്, ഇന്ദ്രിയ ഗോചരമല്ല, അവ്യക്തം ആണ്, മനസ്സിനും ബുദ്ധിക്കും വിഷയമല്ലാത്തതാണ്. അചിന്ത്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മാറ്റങ്ങൾക്ക് ഈ പ്രവൃത്തി നമ്മുടെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ ശരീരത്തിനോ ഉണ്ടാകുന്ന മാറ്റങ്ങളൊന്നും അതിനെ ബാധിക്കുകയില്ല. അവികാര്യം എന്ന് പറയും. ഇപ്രകാരം ആത്മാവിനെ അറിഞ്ഞാൽ നീ ദുഃഖിക്കാൻ അവകാശമില്ലെന്നാണ് പറയുന്നത്. അതായത് ആത്മതത്വം, ആത്മബോധം ഉണ്ടായാൽ പിന്നെ ഒരിക്കലും ദുഃഖിക്കേണ്ടതായിട്ടില്ല എന്നർത്ഥം. ഇതാണ് ഇന്ന് നമുക്ക് ടാർഗറ്റ് വെച്ചിരുന്നത്. 16-ാമത്തെ ശ്ലോകം തൊട്ട് 25 വരെയാണ്, 10 ശ്ലോകങ്ങൾ. ഇനി ഇതിൽ ആർക്കെങ്കിലും സംശയമോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കിപ്പോൾ തൽക്കാലം ക്ലാസ് സമർപ്പിക്കാം. ഒന്ന് നിവർന്നിരിക്കുക. ഇനി ഒരു അരമണിക്കൂർ സമയമുണ്ട്. ഇതുവരെ വായിച്ചത് ചൊല്ലണം എന്നുള്ളവർക്ക് ചൊല്ലാം. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. അപ്പം ഒന്ന് ക്ലാസ് അവസാനിപ്പിക്കാം. നിവർന്നിരിക്കുക, കണ്ണുകൾ അടയ്ക്കുക, ചിന്മുദ്രയിലിരിക്കുക. സാധാരണ ശാസ്ത്രഗതി, ഒരു ബലവും പിടിക്കണ്ട, റിലാക്സ് ആയിട്ടിരിക്കുക. ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗത്തെ മസിൽസ് ടൈറ്റായിട്ട് പിടിക്കരുത്. മുഖത്തൊക്കെ ചിലപ്പോൾ ടൈറ്റായിട്ട് പിടിക്കുക, അതൊന്നും വേണ്ട. ഫ്രീ ആയിട്ട് വിടുക. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് റീകളക്ട് ചെയ്ത് നോക്കുക. ആത്മാവ് എവിടെയായിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ആ ആത്മാവ്, ജീവാത്മാവ്, അതിന് വളരെ സൂക്ഷ്മങ്ങളിൽ സൂക്ഷ്മമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ആജ്ഞാചക്രത്തിലാണ്. ആജ്ഞാചക്രത്തിൽ മനസ്സിൽ ഒരു ബിന്ദു രൂപത്തിൽ ആണ് ജീവൻ നിലനിൽക്കുന്നത്. അതിന് ഒരു കാരണവശാലും അത് സനാതനമാണ്, അതൊരിക്കലും നശിക്കാത്തതാണ്, അതിൻ്റെ ഉടമസ്ഥനാണ് നമ്മൾ. അതാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നതും. ഈ ശരീരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതും കേൾക്കാൻ സാധിക്കുന്നതും കണ്ടാലും കേട്ടാലും ഒക്കെ തിരിച്ചറിവുണ്ടാക്കുന്നതും ഒക്കെ ഈ ജീവന്റെ പ്രതിഭാസമാണ്. അത് സനാതനമാണ്. ശരീരം എത്ര പ്രാവശ്യം വന്നു പോയാലും ഊണിലും ഉറക്കത്തിലും നടപ്പിലും എടുപ്പിലും ഒക്കെ യാതൊരു മാറ്റവും വരാതെ നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്ന ജീവൻ ഇരിക്കുന്നത് ഈ ഭ്രൂമത്യത്തിലാണ് എന്നുറപ്പിച്ചുകൊണ്ട് മറ്റ് ചിന്തകളെ ഉപേക്ഷിച്ച് കുറച്ചു നേരം സാധാരണ ശാസ്ത്രഗതി സാക്ഷി രൂപത്തിൽ വർത്തിക്കുക. ഈ ശ്വാസം വന്നു പോകുന്ന സാധാരണ പോലെ വന്നു പോയിക്കോട്ടെ. അപ്പം നമ്മൾ സാക്ഷിഭാവത്തിൽ ആ പ്രക്രിയ തന്നെ കാണണം. കൈകൾ തൊഴുതു പിടിക്കുക. പഞ്ചപ്രണവം.
ഗുരുരേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശാന്തി ശാന്തി ശാന്തി. കൈകൾ രണ്ടും പുറകോട്ടിട്ട തല കുമ്പിട്ട് ഒരു പ്രണാമം. ഓം കർപ്പണ്യദോഷോപഗതസ്വഭാവക വൃക്ഷാമിത്തം ധർമ്മസുമൂഢചേതക യശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഒരു പ്രണാമം. ശ്വാസമെടുത്തുകൊണ്ട് നിവർന്നിരിക്കുക. കൈകൾ കൂട്ടിത്തിരുമ്മ. ആ ചൂട് മുഖത്തും കണ്ണുകൾക്കും ശരീരത്തിനും പകർന്നു നൽകിക്കൊണ്ട് പതുക്കെ 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 ചിന്മുദ്രയിലേക്ക് തന്നെ മടങ്ങി വരിക. സാവധാനം കണ്ണുകൾ തുറക്കുക.